أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. الله نزل أحسن الحديث كتابا متشابها مثاني تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളവറുകളെ, അഭ്യന്തരായ MS തങ്ങളവറുകളെ, വേദിയിലിരിക്കുന്ന അബ്ദുസ്സലാം ദാരിമി ഉസ്താദ് അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിത ശിരോമണികളെ, കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാഡമിയുടെ പ്രഗത്ഭരായ നേതാക്കളെ, കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഉപ്പമാരെ, ഉമ്മമാരെ, ജ്യേഷ്ഠാനുജന്മാരെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, അള്ളാഹു ഈ സായാഹ്നം നമ്മുടെ ജീവിതത്തിലേക്ക് നന്മകൾ ആവാഹിക്കാനും നമ്മുടെ ഈമാനിൻ്റെ പ്രഭ വർദ്ധിക്കുവാനും നിമിത്തമാകുന്ന ഒരു സദസ്സാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. മഹാനായ റഈസുൽ മുഹഖഖീൻ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകളെ നമ്മളിങ്ങനെ ഓർക്കുകയാണ്. ശംസുൽ ഉലമയും നവ്വറല്ലാഹു മർഖദഹു, മഹാനായ കണ്ണിയത്ത് ഉസ്താദും നവ്വറല്ലാഹു മർഖദഹു, ആ ഒരു വലിയ രണ്ട് പ്രകാശഗോപുരങ്ങൾ ഈ സമൂഹത്തിന് ചെയ്തു തന്ന വലിയൊരു നന്മയുടെ തണലിലാണ് നമ്മുടെ ഈ സ്ഥാപനമടക്കം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് മദ്രസകളും ദീനീ സ്ഥാപനങ്ങളുമൊക്കെ വെളിച്ചം കണ്ടത് എന്ന് നമ്മൾ ഓർക്കണം. ബഹുമാനപ്പെട്ട MS തങ്ങൾ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെയൊക്കെ അസ്തിത്വത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും സ്വത്വബോധത്തിൻ്റെയും ഭാഗമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികം ഈ വരുന്ന ഫെബ്രുവരിയിൽ കുണിയയിൽ വെച്ച് ആഘോഷിക്കുമ്പോൾ ആ മഹാസമ്മേളനം അതൊരു ഒത്തുകൂടലിനപ്പുറം നന്മയുടെ, സ്വത്വബോധത്തിൻ്റെ, ആത്മീയ തേജസ്സിൻ്റെ, ആധ്യാത്മിക ബോധത്തിൻ്റെ എല്ലാം അടയാളപ്പെടുത്തലായിരിക്കും. അള്ളാഹു അത് വലിയൊരു വിജയമാക്കി തരട്ടെ. അള്ളാഹു ആ സമ്മേളനം കാണാനും അത് കഴിഞ്ഞ് 200, 300, 1000 ഒക്കെ വർഷങ്ങൾ ഈ ലോകത്തിന് ആയുസ്സുണ്ടെങ്കിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ശബ്ദം ഇവിടെ നിലനിൽക്കാൻ അള്ളാഹു വരും തലമുറക്കും അതിനുശേഷം വരുന്നവർക്കൊക്കെയും അള്ളാഹു അനുഗ്രഹം നൽകട്ടെ. ഈ ഒരു നന്മയുടെ ജൈത്രയാത്ര ഖിയാമത്ത് നാളിനോടടുത്ത് ഇമാം മഹ്ദി തങ്ങൾ വരുമ്പോൾ ആ ഇമാമുന മഹ്ദി തങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽക്കുന്ന ആ കരങ്ങളിൽ ഏൽപ്പിക്കാനുള്ള ഒരു ദൗത്യമാണ് ബഹുമാനപ്പെട്ട സമസ്തയുടേത്. ആ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമാകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. വല്ലാഹി ലയുതിമ്മന്ന അല്ലാഹു ഹാദൽ അംർ, ഈ ദീൻ ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ വെളിച്ചം കാണുക തന്നെ ചെയ്യും. അള്ളാഹു ഈ പ്രകാശത്തെ എല്ലാറ്റിനും ഉപരിയായി പ്രോജ്വലിക്കുന്ന ഒരു പ്രഭയായി അള്ളാഹു വെളിച്ചത്ത് കൊണ്ടുവരും. വലൗ കരിഹൽ കാഫിറൂൻ വലൗ കരിഹൽ മുശ്രികൂൻ. അത് ദൈവനിഷേധികൾക്ക്, നാസ്തികർക്ക് പിടിച്ചില്ലെങ്കിലും, ബഹുദൈവ ആരാധനകളെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ഇസ്ലാമിൻ്റെ ശബ്ദവും വെളിച്ചവും മാബലഗൽ ലൈലു വന്നഹാർ, രാവും പകലും ഉള്ളിടത്തൊക്കെ എത്തുമെന്ന മുത്തുനബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രഖ്യാപനം അന്വർത്ഥമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്.
പണ്ഡിതർക്ക് ഒരുപാട് ദൗത്യങ്ങൾ ഇവിടെ നിർവഹിക്കാനുണ്ട്. അൽ ഇൽമു സലാസ, ആയത്തുൻ മുഹ്കമ, വസുന്നത്തുൻ മുത്തബഅ, വഫരീളത്തുൻ ആദില. ഇത് പുണ്യനിബിതങ്ങളിൽ നിന്ന് മർഫൂആയി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. അൽ ഇൽമു സലാസ, വിജ്ഞാനം എന്ന് പറയുന്നത് 3 എണ്ണമാണ്. അറിവിനെക്കുറിച്ചും അറിവിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഇനിയും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇമാം മാലിക് എന്നവര് മഹാനവറുകളോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു. ഇമാമു ദാരിൽ ഹിജ്റ, മഹാനായ അൽ മുഹദ്ദിസുർ റബ്ബാനി, മാലിക്കി മദ്ഹബിൻ്റെ ഇമാം, സ്വാഹിബുൽ മുഅത്ത, അവരോട് ചോദിക്കപ്പെട്ടത്, തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട ഒരാൾ അടുത്ത മണിക്കൂറിൽ, അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ മനുഷ്യൻ തൂക്കിലേറ്റപ്പെടുമെങ്കിൽ, അയാൾ അത്തരമൊരു കുറ്റം ചെയ്ത ആളാണെന്നിരിക്കട്ടെ, ആ മനുഷ്യന് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അയാൾ എന്ത് നന്മയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഇമാം മാലിക് എന്നവർ കൊടുത്ത മറുപടി, ഫല്യതഅല്ലമിൽ ഇൽം, അയാൾ ഇൽമു പഠിക്കണം. ഒരു ഹദീസോ, ഒരു ദിക്റോ, ഒരു ഖുർആന്റെ തഫ്സീറോ, ഒരു ഹദീസിന്റെ വ്യാഖ്യാനമോ, ഒരു അഥറോ, ഒരു ഇൽമ് അയാൾ പഠിക്കട്ടെ. അപ്പൊ അവര് പറഞ്ഞു, ഇമാം അവറുകളെ, ആ ഇൽമു പഠിച്ചിട്ടെന്താ, അടുത്ത നിമിഷം ഇയാൾ കൊല്ലപ്പെടുകയാണ്. ആ ഇൽമു കൊണ്ട് അമല് ചെയ്യാനുള്ള സമയം ഇയാൾക്ക് ലഭിക്കില്ലല്ലോ, പിന്നെന്തിനാ പഠിച്ചതിന്റെ കാര്യം? മഹാൻ പറഞ്ഞു, ഇൽമെന്ന് പറയുന്നത് തന്നെ ഇബാദത്തല്ലയോ? ഇൽമു പഠിക്കുന്നത് തന്നെ ഒരു ഇബാദത്തല്ലേ? അത് മതി, അതേ അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കർമ്മമെന്ന് മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അല്ലാഹു ഇൽമിന്റെ അഹ്ലുകാരായി അല്ലാഹു നമ്മളെ മാറ്റിത്തരട്ടെ. അൽ ഇൽമു സലാസ, വിജ്ഞാനം എന്നത് 3 എണ്ണമാണ്. ആയത്തുൻ മുഹ്കമ, ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ്. വസുന്നത്തുൻ മുത്തബഅ, പുണ്യനിബിതങ്ങളുടെ സുന്നത്താണ്. പിന്നെ പറഞ്ഞത് വഫരീളത്തുൻ ആദില, അല്ലാഹുവിന്റെ ദീനിന്റെ ഫരീളത്തുകളാണ്. ഈ 3 എണ്ണമാണ് ഇൽമിന്റെ ആധാരശില എന്ന് പറയുന്നത്. അതിന്റെ മുഖമ്മിലാത്തുകൾ, അതിന്റെ അസ്ബാബുകൾ, അതിലേക്ക് ചേർത്ത് തരുന്ന അറിവുകൾ, അതൊക്കെ മാലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ആ രീതിയിൽ മറ്റു ഇൽമുകളും അതിന്റെ ഭാഗമായി നിർബന്ധമായ അറിവുകളായി മാറുകയാണ്. അതുകൊണ്ട് വിജ്ഞാനം ജോലി കിട്ടാൻ വേണ്ടി എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു കാലത്ത്, പഠിക്കുന്നത് എന്തിനാ പഠിക്കുന്ന? ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്താൽ പോരെ? ആർട്സ് ആൻഡ് സയൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന കോളേജുകളൊക്കെ ഇന്ന് പൂട്ടേണ്ട ഒരവസ്ഥയിലേക്ക് മാറുന്നുവോ എന്ന് പേടിക്കുകയാണ്. എന്തേ? പ്രൊഫഷണൽ കോഴ്സുകളിലേക്കാണ് കുട്ടികൾ പോകുന്നത്. അറിവിന് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി എന്ന ഒരു തലത്തിൽ നിന്ന് മാറി വിജ്ഞാനം പൈസയുണ്ടാക്കാൻ വേണ്ടി എന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇഖ്റഇന്റെ ആളുകളാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. മനുഷ്യനെ മനുഷ്യനാക്കി അള്ളാഹു സൃഷ്ടിച്ചതിലെ ഏറ്റവും വലിയ കൗതുകം മനുഷ്യൻ അള്ളാഹു നൽകുന്ന അറിവാണ്, ജ്ഞാനമാണ്. ഇൽമെന്നത് ഇവിടെ ഉസ്താദുമാർ സൂചിപ്പിച്ച പോലെ ലദുന്നിയായിട്ട് അള്ളാഹു നൽകുന്ന അറിവുകളുണ്ട്, പഠനങ്ങളിലൂടെ കിട്ടുന്നതുണ്ട്, ഒരു ഗുരുമുഖത്തു നിന്ന് ലഭിക്കുന്നതുണ്ട്, അനുഭവങ്ങളിലൂടെ ലഭിക്കുന്നതുണ്ട്, ഇൽഹാമുകളായി ലഭിക്കുന്നതുണ്ട്. ഏതൊരറിവ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സബ്ജക്ട് ഓഫ് ഡിസ്കഷൻ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ചർച്ച ചെയ്യാൻ അർഹതയുള്ള വിഷയം അല്ലാഹു ജല്ല ജലാലുവാണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. ഈ പ്രപഞ്ചം ആരുണ്ടാക്കി എന്ന ചോദ്യം, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, പ്രപഞ്ചം ആരാണ് പടച്ചത് എന്ന ചോദ്യം, മാ അഷ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു മുത്തഖിദൽ മുദല്ലീന അദുദാ. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്യുന്ന ഓരോ ആയത്തും നമ്മുടെ ഈമാനിനെ ശരിക്കും ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വഹാബികളിൽ എത്ര ആലിമീങ്ങൾ ഉണ്ടായിരുന്നു എന്ന ചോദ്യം ഇമാം നസായി തങ്ങൾ ഒരു ബാബ് തന്നെ അൽ ഉലമാഉ മിനസ് സ്വഹാബ, സ്വഹാബികളിൽ എത്ര ആലിമീങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സ്വഹാബികളിലെ ആലിമീങ്ങൾ 18 പേരായിരുന്നു. അല്ലാമ ഇബ്നു ഹസ്ം തങ്ങൾ മാത്രം ഒന്നുകൂടെ എണ്ണം കൂട്ടി 21 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വഹാബികളിലെ ആലിമീങ്ങൾ 21 പേർ. സ്വഹാബികളുടെ എണ്ണം പുണ്യനബി തങ്ങളുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത സ്വഹാബിമാർ മാത്രം 1,24,000 ഹജ്ജിന് വന്നവർ, ഹജ്ജത്തുൽ വിദായിൽ, അല്ലാത്ത സ്വഹാബിമാർ വേറെയും.
ഈ സ്വഹാബിമാര് 1,24,000, ഇനി ഒരു 2 ലക്ഷം എന്ന് കൂട്ടിക്കോളൂ. അത്രയും സ്വഹാബിമാരുണ്ടെങ്കിൽ അവരിൽ ആലിം എന്ന് പറയുന്ന സ്വഹാബിമാർ 21 പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഇൽമ് എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നതിനും ഒരുപാട് അപ്പുറത്തുള്ള ഒരു കാര്യമാണത്. അത്തരം ആലിമീങ്ങൾ ഒരുപക്ഷെ ഈ ഉമ്മത്തിൽ ഇല്ലെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ആലിമീങ്ങൾ ഉണ്ട്, പക്ഷെ അവരെ പോലെ ഇമാം മാലിക് എന്നവർ പറയുന്നുണ്ട് മുഅത്തയിൽ. ഇമാം മാലിക് എന്നവർ തന്നെ പറയുന്നത് സ്വഹാബിമാർ ആ കാലഘട്ടം കഴിഞ്ഞ് ഈ കാലഘട്ടത്തിൽ ആലിമീങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഹും മനിജ്തമഅത് ഫീഹിം 3 ഖിസാലിൻ, 3 ഗുണങ്ങളുള്ള ആളുകളെയാണ് പണ്ഡിതന്മാർ എന്ന് വിളിക്കേണ്ടത്. അതിലൊന്ന് അൽ ഇൽം, മറ്റൊന്ന് വൽ അദാല, ജീവിത വിശുദ്ധിയാണ്. മൂന്നാമത്തേത് വജസാലത്തുർ റഅയ്, നല്ലവണ്ണം ആലോചിച്ച് യുക്തിഭദ്രമായി കാര്യങ്ങളെ അവലോകനം ചെയ്യാനും പഠിക്കാനും ചിന്തിച്ചെടുക്കാനുമുള്ള കഴിവ്. ജസാലത്തുർ റഅയ്, അദാലത്ത് എന്ന് പറയുന്നത് സത്യത്തിൽ സൂക്ഷ്മതയാണ്, വറഅ, ജീവിത വിശുദ്ധിയാണ്. പിന്നെ ഇൽമ് മാത്രം പോരാ. ഉലമാ എന്ന് പറയുന്ന അഹ്ലുൽ ഹില്ല് വൽ അഖ്ദ് എന്ന് പറയുന്ന അഹ്ലുൽ ഹില്ല് വൽ അഖ്ദ് എന്ന് പറയുന്നത് ഈ 3 ഗുണമുള്ള ആളുകളാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. അവരിൽ ജസാലത്തുർ റഅയ് വേണം, അദാലത്ത് വേണം, ഇൽമ് വേണം. എന്നിട്ട് മഹാനവർ പറഞ്ഞു വഖല്ല മൻ തജ്തമിഉ ഫീഹിം ഹാദിഹി സിഫാത്ത്. ഈ ഗുണങ്ങളൊക്കെ കിട്ടുന്ന ആൾക്കാർ ഇപ്പോൾ വളരെ കുറവാണ്. അതിനെ സംബന്ധിച്ച് അല്ലാമത്തുൽ ബുനാനി തങ്ങൾ പറഞ്ഞു, ഇമാം മാലിക് എന്നവരുടെ കാലം, അന്ന് ഈ അഹ്ലുൽ ഹില്ല് വൽ അഖ്ദ് എന്ന് പറയുന്ന കാരണവന്മാരും ഉലമാക്കളും, നമ്മൾ ഉലമാ ഉമറ എന്ന് പറയില്ലേ, അതിന്റെ ഏറ്റവും മഹിതമായ ഒരു 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 ഇബാറത്താണ് സത്യത്തിൽ അഹ്ലുൽ ഹില്ല് വൽ അഖ്ദ്. അവരന്നത്ര കുറവാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ താബിഈ താബിഈങ്ങളുടെ കാലം കഴിയുമ്പോഴേക്കും പിന്നെ അവരൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ അല്ലാമത്തുൽ ബുനാനി തങ്ങൾ സുർഖാനിക്ക് ഹാഷിയ എഴുതിയപ്പോൾ മഹാനവറുകൾ പറയാ, ഇമാം മാലിക് എന്നവരുടെ കാലം തന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് പറയാനാണ്? അതുകൊണ്ട് ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. നമ്മളൊക്കെ മുതഅല്ലിമീങ്ങളാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇൽമിന്റെ അഹ്ലുകാരാണ്, ഇൽമിന്റെ ഖാദിമീങ്ങളാണ്, പഠിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അറിവിന്റെ വഴിയിലേക്ക് പ്രവേശിച്ച സാലിക്കീങ്ങളാണ്. അങ്ങനെ നമുക്ക് നമ്മളെക്കുറിച്ച് പറയാം. മുതഅല്ലിമീങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ പാടുള്ളൂ എന്നാണ്. കാരണം പാണ്ഡിത്യം എന്നത് സ്വഹാബികളിൽ 21 പേർക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് ഹദീസ് പണ്ഡിതന്മാരാ പറയുന്നത്. ഇമാം നസാഇ തങ്ങൾ പറഞ്ഞത് 18 പേരാണെന്നാണ്. അപ്പോ അത്രയും ഗൗരവമുള്ള ഒരു വലിയൊരു അമാനത്താണ് ഇൽമ് എന്ന് പറയുന്നത്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ. അല്ലാഹു തആല 2 വഹ്യുകളിലൂടെയാണ് മനുഷ്യർക്ക് സംവേദനം നൽകുന്നത്. ഒന്ന് വഹ്യും മിനദ് ദാഖിൽ, മറ്റൊന്ന് ആ വഹ്യും മിനദ് ദാഖിലിനെയാണ് അഖ്ല് എന്ന് പറയുന്നത്. മറ്റൊന്ന് വഹ്യാണ്, ആ വഹ്യിനെയാണ് അഖ്ലുൻ മിനൽ ഖാരിജ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വഹ്യ് അത് മനുഷ്യന്റെ ബുദ്ധിയാണ്. നമുക്ക് മീതെ, നമുക്ക് പുറത്ത് കിടക്കുന്ന ബുദ്ധി, അതാണ് വഹ്യ്. രണ്ടും അഖലുകളാണ്. മുതഅല്ലിമീങ്ങൾക്ക് ഇത് മനസ്സിലാവും. അൽ അഖ്ലു വഹ്യും മിനദ് ദാഖിൽ വൽ വഹ്യു അഖ്ലുൻ മിനൽ ഖാരിജ്. ഈ 2 അഖലുകളും ഈ 2 വഹ്യുകളും ദാഖിലും ഖാരിജിലും കിടക്കുന്ന, മനുഷ്യന്റെ ഉള്ളിലും മനുഷ്യന് പുറത്തും കിടക്കുന്ന ദിവ്യബോധനങ്ങളാണ് ഇൽമിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. വലൗ അന്ന അഹ്ലൽ ഇൽമി صانوه صانهم ولو عظموه في النفوس لعظما ولكن أذلوه جهارا وجهموا محياه بالأطماع حتى تجهما. അല്ലാഹുവിന്റെ അസ്തിത്വം പടച്ചു തമ്പുരാൻ ആരാണ്? മനുഷ്യന്റെ ആഖിറത്തിലേക്കുള്ള യാത്രയുടെ അന്ത്യം എങ്ങനെയായിരിക്കും?
ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത്. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുഹൂർത്തം ഏതാണ്? ഏറ്റവും വലിയ മുഹൂർത്തം എന്താ? നമ്മുടെ തഖറുജിന്റെ ഈ കോൺവക്കേഷന്റെ മുഹൂർത്തമാണോ? നമുക്ക് സനത് കിട്ടുന്ന സമയം അങ്ങനെ തോന്നാം അല്ലേ? ഏറ്റവും നല്ല മുഹൂർത്തം ഒരു മനുഷ്യന്റെ വിവാഹം നടക്കുന്ന നിക്കാഹിന്റെ ചടങ്ങായിരിക്കാം. ഏറ്റവും നല്ല മുഹൂർത്തം ഒരു മനുഷ്യൻ ആദ്യം ഒരു ബിസിനസ് തുടങ്ങുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയമാകാം, അഡ്മിഷൻ കിട്ടുന്നതാകാം, പഠിച്ചു വരുന്ന പലതുമാകാം. മുഹൂർത്തങ്ങളിൽ ഏറ്റവും വലിയ മുഹൂർത്തം ഏതാണെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة وقت نزول الملائكة. അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ തലപ്പുറത്ത് വന്നിരിക്കുന്നൊരു നേരമുണ്ട്. ആ മുഹൂർത്തത്തെയാണ് നമ്മൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മുഹൂർത്തമായി കാണേണ്ടത്. അവിടേക്കുള്ള ഓട്ടപ്പാച്ചിലാണ് നമ്മൾ. ആ മുഹൂർത്തത്തിൽ അയ്യുൽ ഖൗലി യുഖാലു ലി, മലക്കുകൾ സ്വർഗത്തിലേക്ക് വാ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന എന്നാണോ എന്നോട് പറയുന്നത്? യാ അയ്യതുഹൻ നഫ്സുൽ ഖബീഹ, ഇതാണോ എന്നോട് പറയുന്നത് എന്ന് പേടിക്കേണ്ട ഒരു നേരം അതാണ്. ഈ ലോകത്തോട് യാത്ര പറയുന്ന മലക്കുകളുടെ നുസൂൽ, മാലാഖമാർ അവതരിക്കുന്ന ഒരു നേരം. അല്ലാഹു അത് മനോഹരമായി പറഞ്ഞു തന്നു. ആ മുഹൂർത്തത്തിലേക്കുള്ള ഓട്ടത്തിലാണ് നമ്മളൊക്കെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا ഫസ്തഖിം കമാ ഉമിർത്. തങ്ങളോടുള്ള ആഹ്വാനം അതാ, നബിയേ അല്ലാഹു പറഞ്ഞതുപോലെ അങ്ങ് നേർവഴിയിൽ നിൽക്കണമേ. ശയ്യബത്നി ഹൂദുൻ വ അഖവാതുഹാ എന്ന് നബി തങ്ങൾ പറയുമ്പോൾ ഈ ആയത്ത് ഈ അഖവാത്തുകളായ സൂറത്തിൽ കിടക്കുകയാണ്. ഫസ്തഖിം കമാ ഉമിർത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ലോകത്ത് ചർച്ചാ വിഷയങ്ങളിൽ ഏറ്റവും വലിയ വിഷയം അല്ലാഹുവിൻ്റെ വിഷയമാണ്. മനുഷ്യ ജീവിതം അത് എത്ര വില പിടിച്ചതാണ്, എത്രയധികം തിരക്കുകൾക്കിടയിലൂടെയാണ് നമ്മൾ ഓടുന്നതെങ്കിലും മനുഷ്യ ജീവിതത്തിൻ്റെ മുഹൂർത്തങ്ങളിൽ അതിസങ്കീർണവും അത്യധികം മൂല്യമുള്ളതുമായ മുഹൂർത്തം എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് യാത്ര തിരിക്കുന്ന, ഈ ലോകത്തോട് യാത്ര ചോദിക്കുകയും പരലോകത്തേക്ക് മുഖം തിരിച്ച് പരലോക യാത്രയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന നേരം. ആ നേരത്തിനിടയിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നതൊക്കെ ആ സമയത്തേക്കുള്ള വഴിമരുന്നുകൾ മാത്രമാണ്, പാഥേയം മാത്രമാണ്, വേറൊന്നുമില്ല. അവിടെ ജയിക്കുന്നവൻ ജയിച്ചു, ആ മുഹൂർത്തത്തിൽ രക്ഷപ്പെടുന്നവൻ രക്ഷപ്പെട്ടു, അല്ലാത്തവർ ഖാബ വഖസിർ. അല്ലാഹു നമുക്ക് ആ നേരത്തെ വിജയം നൽകട്ടെ. വലൗ അന്ന അഹ്ലൽ ഇൽമി സാനൂഹു സാനഹും
വലൗ അല്ലമൂഹു ഫിന്നുഫൂസി ലഅല്ലമാ വലാകിൻ അദല്ലൂഹു ജിഹാറൻ വജഹമു മുഹയ്യാഹു ബിൽ അത്മാഇ ഹത്താ തജഹമാ. ഒരു ആലിമിന്, ഒരു പണ്ഡിതന്, ഒരു മുതഅല്ലിമിന് ആ തൻ്റെ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്ന ഇൽമുമായൊരു ബഹുമാനമുണ്ടായിരുന്നുവെങ്കിൽ ആ ഇൽമ് ആ വ്യക്തികളെ ആദരിക്കുമായിരുന്നു. അവനവൻ്റെ നെഞ്ചിനുള്ളിൽ കിടക്കുന്ന ഇൽമ്, മനസ്സിൽ കിടക്കുന്ന ഇൽമ്, അഖലിൽ കിടക്കുന്ന ഇൽമ്, ആ ഇൽമിനെ സംരക്ഷിക്കണമെന്ന് അതിൻ്റെ അഹ്ലുകാർക്ക് ഒരു ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഇൽമ് ആലിമീങ്ങളെ സംരക്ഷിക്കുമായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? വലാകിൻ അദല്ലൂഹു ജിഹാറൻ വജഹമു മുഹയ്യാഹു ബിൽ അത്മാഇ ഹത്താ തജഹമാ. പടച്ചതമ്പുരാന്റെ കിതാബിൻ്റെയും ഹബീബിൻ്റെ സുന്നത്തിൻ്റെയും അവിടുത്തെ താബിഴുകളായി കടന്നു വന്ന അസറുകളുടെയും ഇൽമിൻ്റെ പ്രകാശത്തിൻ്റെ കാവലാളുകളാകേണ്ട ആളുകൾ വലാകിൻ അദല്ലൂഹു ജിഹാറൻ വജഹമു മുഹയ്യാഹു ബിൽ അത്മാഇ ഹത്താ തജഹമാ. ഭൗതിക ലോകത്ത് എവിടെയാണ് എനിക്ക് അധികാരം കിട്ടുന്നത്, എവിടെയാണ് എനിക്ക് സ്വാധീനം കിട്ടുന്നത്, ആരാണ് എന്നെ പരിഗണിക്കുന്നത്, ആരാണ് എനിക്ക് ഉത്തരം നൽകുന്നത്, ആരുടെ കൂടെ നടന്നാലാണ് എനിക്ക് ഭൗതിക നേട്ടമുണ്ടാകുന്നത് എന്നിടത്തേക്ക് ഒരു ആലിം, പണ്ഡിതന്മാർ നോക്കുകയാണെങ്കിൽ തജഹമാ, ആ ഇൽമിൻ്റെ എല്ലാ പവിത്രതയും അവിടെ തച്ചുടക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത് എന്ന് എത്ര മനോഹരമായ വാക്ക്. മഹാനായ ഷരീഫുൽ ജുർജാനി തങ്ങൾ പാടിയ അദ്ദേഹത്തിൻ്റെ കവിതയാണിത്. ഇൽമെന്ന് പറയുന്നത് അത് അല്ലാഹു നൽകുന്ന നിധിയാണ്. ആ നിധിയെ ഭൗതികതയുടെ, സമ്പത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ സുഖസൗകര്യങ്ങളുടെ, അത് ആ സുഖസൗകര്യങ്ങളുടെ കാരണമാക്കി മാറ്റാതെ ഇൽമിനെ ഇൽമായി നമ്മൾ സംരക്ഷിച്ചു കൊണ്ട് നടന്നിരുന്നുവെങ്കിൽ അള്ളമാ, ഇൽമ് ആലിമീങ്ങളെ തന്നെ ബഹുമാനിക്കുമായിരുന്നു. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് ആലിമീങ്ങളുടെ മഹത്വം ഇങ്ങനെ പഠിപ്പിച്ചത്. ഫദലുൽ ആലിമി അലൽ ആബിദി, അറിവില്ലാതെ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാളും അറിവുണ്ടായിട്ട് കുറഞ്ഞ ഇബാദത്തുള്ളൂ. എന്നാൽ പോലും ആ മനുഷ്യൻ്റെ ഇൽമു കൊണ്ട് അയാൾ രക്ഷപ്പെടുമെന്നും സൂര്യന് അല്ലെങ്കിൽ ചന്ദ്രഗോളത്തിന് മറ്റു നക്ഷത്രങ്ങളെക്കാൾ എത്രയാണ് സ്ഥാനമുള്ളത് എന്നതുപോലെ സാധാരണക്കാരായ എത്രയോ സുന്നത്ത് നോമ്പും സുന്നത്ത് നിസ്കാരവും ചെയ്യുന്ന ആളുകളെക്കാളൊക്കെ ഒരുപാട് മഹത്വം സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന അമലുകൾ കുറഞ്ഞാൽ പോലും ഇൽമുള്ള ആലിമീങ്ങൾക്ക് അല്ലാഹു നൽകുന്നുവെന്ന് ഈ ദീൻ പഠിപ്പിക്കാൻ കാരണം അതാണ്. ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന ഇൽമിൻ്റെ മഹത്വമാണത്. അതിനെ കളങ്കപ്പെടുത്തിക്കൂടാ. ഗസാലിമാൻ പറയാ, ഒരു ആലിമിന് തോന്നുകയാണ് ഞാൻ ആ പഠിക്കാൻ പോകുന്ന കാലം, കണ്ണിയത്തുസ്താദ് കോളേജിലൊക്കെ പഠിക്കാൻ പോയ കാലം, ഞാൻ വല്ല BScയോ MScയോ ACC ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രൊഫഷണലായി മാറാമായിരുന്നല്ലോ, എനിക്കൊരു ബിസിനസ് തുടങ്ങാമായിരുന്നല്ലോ, എന്തിനെ ഞാൻ എൻ്റെ കാലം ഇങ്ങനെ ജഞ്ചാനും അജ്നാസൊക്കെ ഓതിയിട്ട്, എന്തിനാ അൽഫിയൊക്കെ കാണാപ്പാടാക്കിയിട്ട് എന്തിനാണ് എൻ്റെ കാലഘട്ടം കഴിച്ചുകൂട്ടിയത് എന്നൊരു മനുഷ്യന് തോന്നിയാൽ, ഒരു മുതഅല്ലിമിന് തോന്നിയാൽ, ഫഖദ് ഇസ്തഹ്ഖറ മാ അല്ലമല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ച വലിയൊരു കാര്യത്തെ നിങ്ങൾ നിസ്സാരമായി കണ്ടു എന്നാണ് ഇതിനർത്ഥം. അതുകൊണ്ട് ഇൽമെന്ന് പറയുന്നത് നമ്മുടെ ഗായത്താണ്, അത് നമ്മുടെ ഗായത്താണ്. ആ ഗായത്തിലേക്ക് എങ്ങനെ എത്തണമെന്ന് പഠിപ്പിച്ചു തരുന്ന സ്ഥാപനമാണ് എല്ലാ മുതവ്വല് നൽകുന്ന കോളേജുകളും. എങ്ങനെ പഠിക്കുക, എങ്ങനെ ഗായത്തിലേക്ക് നീങ്ങാം. ഗായത്തെ എത്തിയെന്ന് പറയാൻ പറ്റില്ല, ഗായത്തിലേക്ക് നീങ്ങൽ എങ്ങനെ എന്ന് പഠിപ്പിച്ചു തരിക ചെയ്യുക. പിന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്, പിന്നെയാണ് അറിവിൻ്റെ ലോകത്തേക്ക് പോകേണ്ടത്. എന്തിനാണ് അറിവെന്നറിയോ? മനുഷ്യരോട് കരുണ കാണിക്കാൻ. എന്തിനാ ഇൽമ്? മനുഷ്യരോട് കരുണ കാണിക്കുക. എന്താണത്? എങ്ങനെ ഇൽമ് കൊണ്ട് മനുഷ്യരോട് കരുണ കാണിക്കുക? കണ്ണ് കാണാത്തൊരു മനുഷ്യൻ ഒരു പൊട്ടക്കിണറ്റിലേക്ക് അറിയാതെ വീഴാൻ പോകുമ്പോഴേ രണ്ട് കണ്ണും കാണുന്നൊരു മനുഷ്യൻ ഓടിച്ചെന്ന് അയാളുടെ കൈപിടിക്കൂലേ എന്നതുപോലെ അള്ളാഹുവിൻ്റെ ഈ വെളിച്ചം എത്തിയിട്ടില്ലാത്ത കണ്ണുകളിലേക്ക് ദീനിൻ്റെ വെളിച്ചം എത്തിക്കലാണ് ദീനിൻ്റെ ഖാദിമിൻ്റെ ദൗത്യം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. യുക്തിവാദികൾക്ക് യുക്തിഭദ്രമായ മറുപടികൾ, അജ്ഞാനികൾക്ക് ജ്ഞാനത്തിൻ്റെ അറിവുകളുടെ മണിമുത്തുകൾ, അന്ധതയിൽ നടന്നു പോകുന്ന ആളുകൾക്ക് വെളിച്ചത്തിൻ്റെ പ്രഭാവലയം സൃഷ്ടിച്ചു കൊടുക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് ആരാ? ചെയ്യേണ്ടത് ആരാ? ആലിമീങ്ങളാണ്, ദീനിൻ്റെ ഖാദിമീങ്ങളാണ്, ദീനിൻ്റെ മുതഅല്ലിമീങ്ങളാണ്. ആ ദൗത്യ നിർവഹണമാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മനുഷ്യരോട്, മുഅ്മിനീങ്ങളോട് പ്രത്യേകിച്ച് കാരുണ്യമുള്ള, ഹൃദയത്തിനുള്ളിൽ ദയാവായ്പുള്ള, നിങ്ങൾക്ക് നന്മ വരണം, നിങ്ങൾക്ക് അറിവുണ്ടാകണം, നിങ്ങൾക്ക് ഹിദായത്തുണ്ടാകണം, നിങ്ങൾക്ക് വെളിച്ചം കിട്ടണം എന്ന് നിങ്ങളെക്കാൾ നിങ്ങളുടെ വിഷയത്തിൽ ആഗ്രഹമുള്ളവരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് നിങ്ങളെക്കാളും തങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സുബ്ഹാനല്ലാഹ്. തങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനേക്കാളും നിങ്ങളുടെ നഫ്സിനെ നിങ്ങളെക്കാൾ ഇഷ്ടപ്പെട്ടവരാണ് റസൂലുള്ളാഹി തങ്ങൾ. നിങ്ങൾക്ക് നന്മ വരണം. നിങ്ങൾ ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അവർ വഴിതെറ്റിയവരാണ്, ഹൃദയം ശൂന്യമായവർ, അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചൊല്ലാൻ സൗഭാഗ്യമില്ലാത്തവർ, പടച്ചവൻ ആരാണെന്ന് പോലും മനസ്സിലായിട്ടില്ലാത്തവർ. ഒരു സുബ്ഹാനല്ലാഹ് പറയണമെങ്കിൽ ആരാണ് അള്ളാഹു എന്നറിയണ്ടേ? മുനസ്സഹുൻ അനിസ് സിഫാത്തിർ റദീലത്തി കുല്ലിഹാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ പരിപൂർണതകളുടെയും സിഫാത്തുകളുള്ളവനാണ്. അതോടൊപ്പം ഒരു ന്യൂനതയുടെയും സിഫാത്തുകൾ അല്ലാഹുവിനില്ല. അതാണ് സുബ്ഹാനല്ലാഹ്. വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. കൻസും മിൻ കുനൂസിൽ ജന്നഹ്. സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട നിധിയാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്റാണത്. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ അത്ഭുതപ്പെടുന്ന എന്തൊക്കെയുണ്ട് ഈ ലോകത്ത്. കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്നത് എല്ലാം അത്ഭുതമാണ്. ഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. അല്ലാഹു ഏകനാണ്, അത് ഒരുത്തനാണ്. കുറേ പടച്ചവന്മാര് പാടില്ല. ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ്, ഒരു കിങ്, ഒരു നേതാവ് എന്ന് പറയുന്ന പോലെ എല്ലാ പടപ്പുകളുടെയും ഉടമസ്ഥനായ ഒരു സൃഷ്ടാവ്. ഇതറിയിക്കുന്നതാണ് ഓരോ മണൽത്തരിയും, ഇതറിയിക്കുന്നതാണ് ഓരോ മരവും, ഓരോ ചെടിയും. നമ്മൾ ചവിട്ടി നടക്കുന്ന കല്ലുകൾ പോലും അല്ലാഹുവിൻ്റെ അസ്തിത്വം വിളിച്ചു പറയുകയാണ്. വഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. അതുകൊണ്ടാണ് പുണ്യനബി തങ്ങൾ മനുഷ്യർക്ക് ഇത്രമേൽ നന്മ ചൊരിഞ്ഞു കൊടുത്തത്. അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ. നുബുവത്തിൻ്റെ ആദ്യകാലം 13 വർഷം, പ്രവാചകത്വം കിട്ടിയ 13 വർഷം സ്വഹാബിമാരെ പഠിപ്പിച്ചത് നിസ്കാരമോ നോമ്പോ സക്കാത്തോ ആണോ? അല്ല. ആദ്യത്തെ 13 വർഷം പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചത് മൻ ഹുവല്ലാഹ്. ആരാണ് അല്ലാഹു? ആരാണ് മലക്കുകൾ? എന്താണ് ഖിയാമത്ത് നാൾ? ആരാണ് അമ്പിയാക്കന്മാർ? എന്താണ് ആഖിറം? എന്താണ് സ്വർഗം നരകം? ഈമാൻ കാര്യങ്ങളാ ആദ്യത്തെ 13 കൊല്ലം പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചത്. ആദ്യത്തെ 13 കൊല്ലത്തെ വഅദ്, ഹബീബിൻ്റെ ദർസ്, ഹബീബിൻ്റെ ഉത്ബോധനം ഈമാൻ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇസ്ലാം കാര്യം തുടങ്ങിയത്. ഷഹാദത്ത് ആദ്യം തുടങ്ങി. ഇസ്ലാം കാര്യങ്ങളിൽ ഇബാദത്തിൻ്റെ ഭാഗമായി വരുന്ന നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും വരുന്നത് ഈമാൻ കാര്യം 13 കൊല്ലം പഠിപ്പിച്ചതിന് ശേഷമാണ്. സുബ്ഹാനല്ലാഹ്. അറിവുകളിൽ ഏറ്റവും വലിയ അറിവ് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്.
അതുകൊണ്ടാണ് പുണ്യ നബി തങ്ങൾ പറയാറുള്ളത്, ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്നഹു ബില്ലാഹി തആല. മരണസമയത്ത് പോലും ഓർക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ചാണെന്ന്. അതല്ലേ ആ പറയുന്നതിൻ്റെ അർത്ഥം? നിങ്ങൾ മരിക്കുമ്പോൾ ഓർക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ച്. ലാ യമൂതന്ന അഹദുകും, നിങ്ങൾക്ക് മരണം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇല്ലാ വഹുവ യുഹ്സിനു ളന്നഹു ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് നല്ലതേ നിങ്ങൾ വിചാരിക്കാവൂ. അല്ലാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചുകൊണ്ടേ മരണപ്പെടാവൂ. മരണത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നമുക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, മരണം അരികത്തെത്തി എന്ന് തോന്നാൻ തുടങ്ങുമ്പോൾ നിർബന്ധമായും നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കാവൂ. എൻ്റെ റബ്ബെന്നെ രക്ഷപ്പെടുത്തും, എൻ്റെ റബ്ബെനിക്ക് മാപ്പ് തരും, എൻ്റെ അല്ലാഹു എൻ്റെ തൗബ സ്വീകരിച്ചിരിക്കും, എൻ്റെ റബ്ബൻ്റെ ദുആ സ്വീകരിച്ചിരിക്കും, എൻ്റെ റബ്ബ് അവൻ്റെ റഹ്മത്തിൻ്റെ കരങ്ങളാൽ എന്നെ സ്വീകരിക്കും എന്ന് മാത്രമേ നിങ്ങൾ വിചാരിക്കാവൂ. എന്നെ റബ്ബ് ശിക്ഷിക്കുമോ, ഞാൻ നരകത്തിലേക്കാണോ, എൻ്റെ ഖബർ അദാബായിരിക്കുമോ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഇലാ റൗഹിം വറൈഹാൻ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ, കടന്നു വന്നോളൂ ശാന്തി പൂണ്ട് കിടക്കുന്ന ആത്മാവേ. ഉഖ്റുജി അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇലാ റൗഹിം വറൈഹാൻ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ. ഇത് പറയുന്ന മലക്കുകളുടെ ആ ഒരു നേരം ആലോചിച്ചു നോക്കൂ. അതാണല്ലോ മുഹൂർത്തങ്ങളിൽ ഏറ്റവും വലിയ മുഹൂർത്തം. മനുഷ്യ ജീവിതത്തിൻ്റെ നിർണായകമായ സമയം അതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് ഇങ്ങ് കടന്നു വന്നോളൂ. ഒരിക്കലും നിങ്ങളോട് കോപിക്കാത്ത കാരുണ്യവാന്റെ അരികത്തേക്ക് പോരുന്നുണ്ടോ? ഇത് ചോദിച്ചുകൊണ്ടാണ് മലക്കുകൾ മുഅ്മിനീങ്ങളുടെ റൂഹിനെ പിടിക്കുന്നത് അത്രേ. സുബ്ഹാനല്ലാഹ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ആലിമാണ്, ആലിമീങ്ങളുടെ നേതാവാണ്. അല്ലമഹു ശദീദുൽ ഖുവാ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇൽമുകളിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമ് ഏതാണ്? ഇസ്ലാമിൻ്റെ ഇൽമുകളിൽ ഏറ്റവും വലിയ ഇൽമ് ഏതാണ്? ദീനിൻ്റെ അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് അദ്ദീനു അന്നസീഹ. ദീനെന്ന് പറയുന്നത് എല്ലാവർക്കും ഗുണം വേണം എന്ന് ആഗ്രഹിക്കലാണ്. ഇൽമിൻ്റെ അറിവുകളിൽ, ദീനിൻ്റെ അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് അതാണത്രേ. അദ്ദീനു അന്നസീഹ. ഇസ്ലാം എന്ന് പറയുന്നത് നസ്വീഹയാണ്. നസ്വീഹ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വേദ പറയലാണ്. അല്ല. നസ്വീഹത്ത് എന്ന് പറഞ്ഞാൽ ഉറുദു പറയലാണോ? അതിനങ്ങനെ അർത്ഥമുണ്ട്. പക്ഷേ ഹദീത്തിൽ പറഞ്ഞ ഈ നസ്വീഹത്ത് എന്താണ്? എല്ലാവർക്കും നന്മ വരണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം. ഓല് തോൽക്കട്ടെ, ഓല് പരാജയപ്പെടട്ടെ, ഓല് നാണം കെടട്ടെ, ഇതൊരു മുഅ്മിന് ചിന്തിക്കാൻ പാടില്ല. അദ്ദീനു അന്നസീഹ. പാപികളായ ആളുകളെക്കുറിച്ച് പോലും അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അവർ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കലാണ് ദീൻ. അതാണ് മഅറൂഫുൽ ഖർഖി തങ്ങളുടെ ചരിത്രം നമ്മൾ ഓർക്കാറുള്ളത്. വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹിയോട് ചില ശിഷ്യന്മാർ ഇമാം അവറുകളെ നമ്മൾ പറയില്ലേ, ഇങ്ങോട്ട് പൊക്കി പറയാന്ന്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഇമാം ഷാഫിഈ തങ്ങളുടെ ശിഷ്യനാണ്. സാഹിബുൽ മുസ്നദ് 40,000 ഹദീസുകൾ സമാഹരിച്ച വലിയൊരു കിതാബിൻ്റെ ഹദീസിൻ്റെ ജാമിഅ. മഹാനവറുകളോട് ശിഷ്യന്മാർ പറഞ്ഞു, അന്ന് ജീവിച്ചിരിപ്പുള്ള മഹാനാണ് മഅറൂഫുൽ ഖർഖി തങ്ങൾ. ഇറാഖുകാരനാണ്, അള്ളാഹിൻ്റെ വലിയായിരുന്നു, സൂഫിയായിരുന്നു. മഅറൂഫുൽ ഖർഖി തങ്ങളുടെ പിന്നാലെ ഒരുപാട് ശിഷ്യന്മാർ, ഒരുപാട് ഔലിയാക്കന്മാർ, മുരീദന്മാർ മഅറൂഫ് തങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കും. അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ഒരു അസൂയ തോന്നൂല. എന്താ അപ്പോൾ അവിടെ കുറേ ആൾക്ക്, ആ ദർസിൽ കുറേ കുട്ടികൾ പോകുന്നുണ്ട്, എൻ്റെ അടുത്ത് അത്ര വരുന്നില്ലല്ലോ. അപ്പോൾ അത് മനുഷ്യ സഹജമായൊരു ചില തോന്നലുകൾ വരാം. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് തോന്നിയെന്നല്ലേ ഞാൻ പറയുന്നത്. ചില ശിഷ്യന്മാർ പറഞ്ഞു, ഇമാം അവറുകളെ, മഅറൂഫുൽ ഖർഖി തങ്ങളുടെ കൂടെ കുറേ ആളുകൾ ഇങ്ങനെ കൂടി നടക്കുന്നത് കണ്ടില്ലേ?
നിങ്ങളെപ്പോലുള്ള അറിവൊക്കെ അത്ര വലിയ ഇൽമുൽ ഹദീസൊന്നും അദ്ദേഹം മുഹദ്ദിസ് അല്ലല്ലോ, ഹാഫിദ് അല്ലല്ലോ. ഹാഫിദുൽ ഹദീസ്, ഖുർആൻ്റെ ഹാഫിദോ? ഖുർആൻ്റെ ഹാഫിദീങ്ങളാണെന്ന എല്ലാ മുൻഗാമികളായ ആലിമീങ്ങളും ഖുർആൻ്റെ ഹാഫിദീങ്ങളാണ്. ഹാഫിദ് അല്ലാത്തൊരു ആലിമിനെ നമ്മുടെ മുൻകാല സലഫ് സ്വാലിഹീങ്ങളിൽ ചിന്തിക്കാൻ കഴിയില്ല. ഒരു ആലിമാണോ ബൈ ഡിഫോൾട്ട് അവർ ഹാഫിദീങ്ങളായിരിക്കും. ഹാഫിദ് അല്ലാത്തൊരു ആലിം ഉണ്ടാവില്ല. അപ്പോൾ മുഹദ്ദിസൊന്നും അല്ലല്ലോ, പിന്നെ എന്താ കുറേ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുന്നതിനേക്കാളും ആളുകളൊക്കെ മഅറൂഫുൽ ഖർഹിയുടെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ എന്നാണ് ഉസ്താദിനൊന്ന് പൊക്കിയതാണ്. മഹാനവറുകൾ ഉയർന്നെഴുന്നേറ്റു. ആ പൊക്കല് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞു. അഹ്മദ് ബിൻ ഹംബൽ എന്നവർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എൻ്റെ ശിഷ്യന്മാരെ, മഅറൂഫ് തങ്ങളെക്കാളും ഞാൻ വലിയ ആളാണെന്ന് എന്നെ പൊക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ മൂപ്പിച്ച് കയറ്റാണല്ലേ. നിങ്ങൾക്കറിയുമോ, വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. മഅറൂഫുൽ ഖർഹിയുടെ ജീവിതത്തിൽ കിട്ടിയ വിശുദ്ധി, ആ കറാമത്തുകൾ, ആ മഹാന്റെ മഹത്വം, അതല്ലേ ഇൽമു കൊണ്ട് കിട്ടേണ്ടത്. എനിക്ക് കിട്ടിയതിനേക്കാളും ഒരുപാട് കിട്ടിയ മഹാനല്ലേ അദ്ദേഹം. അദ്ദേഹം വലിയ മുദരിസൊന്നുമല്ല, ശരിയാണ്. ഹദീത്ത് പണ്ഡിതനാണോ? അതുമല്ല. ഒരുപാട് ഹദീത്തുകളൊന്നും പഠിപ്പിച്ചില്ല. പക്ഷേ അള്ളാന്റെ വലിയായിരുന്നു. ആ ഔലിയാക്കന്മാരെത്തിയ മഖാമിലേക്ക് എത്തലല്ലേ ഇൽമിന്റെ ലക്ഷ്യം. ഇൽമു കൊണ്ട് അതല്ലേ കിട്ടേണ്ടത്. അതല്ലേ മഅറൂഫുൽ ഖർഹി കിട്ടിയത്. ആ മഹാനും ഞാനും എവിടെ കിടക്കുന്നു? അദ്ദേഹമല്ലയോ എന്നെക്കാളും മുമ്പിൽ കിടക്കുന്നത് എന്ന് സ്വന്തം ശിഷ്യന്മാർക്ക് തിരുത്തി കൊടുത്തു അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. മഅറൂഫുൽ ഖർഹി തങ്ങളെ കുറിച്ച് അറിയപ്പെട്ട മുതവാത്തിറായൊരു സംഭവമുണ്ട് എന്ന് പറയാമെങ്കിൽ, ദിജലയുടെ ഇറാഖിലെ ടൈഗ്രീസ് നദിയുടെ ഓരത്തുകൂടെ അങ്ങനെ പോകുമ്പോൾ, നിങ്ങൾ കേട്ട ചരിത്രമാണ്, നമ്മൾ വാദിലൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ഒരു മഗ്രിബിന്റെ സമയം കുറേ ചെറുപ്പക്കാർ ഒരു സൗറഖിൽ, ഒരു തോണിയിൽ പാട്ടും പാടിയിട്ട് വിളക്കും കത്തിച്ച് ഡാൻസ് ചെയ്ത് കള്ളു കുടിച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാർ ആ പുഴയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ കൂടുതലുള്ള ശിഷ്യന്മാർ മഅറൂഫ് തങ്ങളോട് പറഞ്ഞു, യാ ശൈഖന, ഞങ്ങളുടെ ശൈഖവറുകളെ, ഈ ഇറാഖ്, ഈ ബഗ്ദാദിലെ ഏറ്റവും കുരുത്തം കെട്ട ആളുകൾ മൊത്തം ആ തോണിയിലുണ്ട്. അവരങ്ങ് മുങ്ങിയാൽ ഈ നാട് നന്നാവും. കുരുത്തം കെട്ട മുഴുവൻ ആളുകളും ഈ തോണിയിൽ ഇപ്പുണ്ട്. അതുകൊണ്ട് മഅറൂഫ് തങ്ങളെ, ആ നൗക, ആ ഒരു തോണി, ആ ബോട്ട് ദിജലയുടെ ഓളങ്ങളിലൊന്ന് മുങ്ങി താഴാൻ വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കോ, ഞങ്ങളൊക്കെ ആമീൻ പറയാന്ന് പറഞ്ഞു. ഞാൻ ദ്വാരക്കാന്ന് പറഞ്ഞു. എല്ലാവരും ആമീൻ ചൊല്ലാൻ പോവാ. സുബ്ഹാനല്ലാഹ്. മഗ്രിബിന്റെ നേരം അവർ നിസ്കരിച്ചിട്ടില്ല എന്നറിയാം. അവർ കള്ളു കുടിച്ചിട്ടാണ്, അല്ലെങ്കിൽ കുടിക്കാതെയാണ്. പക്ഷെ പാട്ടുപാടി നൃത്തം ചെയ്ത് വിളക്ക് കത്തിച്ച് ആനന്ദിക്കുക. ഇശാ മഗ്രിബിന്റെ ഇടയിലൊന്നും സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ അതൊന്നും ചെയ്യൂല എന്ന് ഉറപ്പാണല്ലോ. അപ്പൊ കുരുത്തം കെട്ട ആൾക്കാരാണെന്ന് കൂടുതലുള്ള ആളുകൾ ഉറപ്പിച്ചു. അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. അല്ലാഹു അലം. മഅറൂഫ് തങ്ങൾ പറഞ്ഞു, ഞാൻ ദുആയിരക്കാം, നിങ്ങൾക്ക് ആമീൻ പറഞ്ഞോളൂ. ഇന്നി ദാഇം ഫഅമ്മിനു. എല്ലാവരും കൈ ഉയർത്തി ആമീൻ പറയാൻ നിൽക്കുക. മഅറൂഫ് തങ്ങൾ എന്ന് പറയുന്ന ഈ മഹാനുഭാവൻ ദുആ ചെയ്തു, അല്ലാഹുമ്മ കമാ ഫറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹ്ഹും ഫിൽ ആഖിറ. പടച്ചവനെ, ഈ ലോകത്ത് അവർക്ക് ഇങ്ങനെ ചിരിക്കാൻ അവസരം കൊടുത്തതുപോലെ നാളെ പരലോകത്തും നീ അവരെ സന്തോഷിപ്പിക്കണമേ. ആമീൻ പറയാ വേണ്ടത്. പടച്ചവനെ, എന്തായി പറയേണ്ടത്? മഅറൂഫുൽ ഖർഹി തങ്ങൾ അവർ കള്ളുകുടിയന്മാരായി ജീവിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. പടച്ചവനെ, നാളെ സ്വർഗലോകത്തവരെ നീ കൊണ്ടുവരണം, അതിനവസരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ മക്കളെ നീ നന്നാക്കണം പടച്ചവനെ എന്നതിൻ്റെ അർത്ഥം. മുക്കി താഴ്ത്തണേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞവരോട് അവരെ നീ രക്ഷപ്പെടുത്തു റബ്ബേ, അവരെ നീ നന്നാക്കി കൊടുക്ക് പടച്ചവനെ. ദുനിയാവിലൊക്കെ ഇങ്ങനെ ചിരിച്ചു നടക്കണ പോലെ നാളെ ആഖിറത്തിൽ ചിരിക്കാൻ അവർക്ക് അവസരം കൊടുക്കണമേ. അല്ലാഹുമ്മ കമാ ഫറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹ്ഹും ഫിൽ ആഖിറ. ഇതാണ് ഒരു ആലിമിന്റെ മനസ്സ്, ഇതാണ് ഒരു സയ്യിദിന്റെ മനസ്സ്, ഇതാണ് അള്ളാന്റെ ഒരു വലിയിന്റെ മനസ്സ്. അവരാരും ഓരങ്ങ് തോൽക്കട്ടെ, ഓരങ്ങ് മരിച്ചു പോട്ടെ, ഓർക്ക് അങ്ങനെ സംഭവിക്കട്ടെ, ഇങ്ങനെ കുരുത്തക്കേടുണ്ടാവട്ടെ, ഇതൊന്നും ഒരു മുഅ്മിന് ചിന്തിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? അദ്ദീനു അന്നസ്വീഹ. ദീൻ എന്ന് പറയുന്നത് ആദം നബിയുടെ മക്കളിൽ ഓരോരുത്തർക്കും, മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും, അവർക്ക് നന്മ വരണം, ഹിദായത്ത് കിട്ടണം എന്ന് ഖൽബ് കൊണ്ട് കൊതിക്കലാണ്. അത് നമുക്ക് എത്ര കണ്ടുണ്ട്, എത്ര കണ്ട് നമ്മളുടെ കീശയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് എത്ര അത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദീനു അന്നസ്വീഹ. അല്ലാഹുവേ, നീ നന്നാക്കണേ. ഞാനാണോ ശരി, അവരാണോ ശരി? അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അല്ലാഹുവാണ് തീരുമാനം എടുക്കേണ്ട ആള്.
ഞാനോ ശരി നിങ്ങളോ ശരി, ദലീലുകൾക്ക് സംസാരിക്കാൻ കഴിയും, പക്ഷെ ഹുക്മ പറയുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഞങ്ങളല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ പോകട്ടെ നരകത്തിലേക്ക്, അങ്ങനൊന്നും ഒരു മുഅ്മിന് പറയാൻ കഴിയൂലേ, ചിന്തിക്കാൻ പാടില്ലെന്നാണ്. അദ്ദീനു അന്നസീഹ. അതുകൊണ്ടാണ് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ബദരിയാണ്. ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു, ബദറിൽപ്പെട്ട ബദരിയായ സ്വഹാബിയാണ്, നഖീബിയാണ്, നുഖബായിൽപ്പെട്ട സ്വഹാബിയാണ്. മഹാനവറുകൾ അഖബിയാണ്, ബൈഅത്തുൽ അഖബയിൽ പങ്കെടുത്ത ഉഹദിയാണ്. ബദരിയുൻ വ അഖബിയുൻ വ ഉഹദിയുൻ. അങ്ങനത്തെ മഹാനാണ് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കൈപിടിച്ചുകൊണ്ട് ബായഅനാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈപിടിച്ചുകൊണ്ട് ഞങ്ങൾ ബൈഅത്ത് ചെയ്തു. എന്ത്? അലസ്സംഇ വത്വാഅ. നബിയേ, അങ്ങ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും നബിയേ, ഞങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഇത് ബുദ്ധിയെ പണയം വെച്ചു എന്ന് യുക്തിവാദി പറയും. നമ്മൾ യുക്തിവാദികളോടല്ല വേദ പറയണത്. ആദ്യം യുക്തിവാദികളോട് ഞാൻ പറയാം, നിങ്ങൾ ആരും ഈ വഴിക്ക് തന്നെ വരണ്ട, ഇവരോടൊക്കെ പോയിക്കോ. ഇത് മുഅ്മിനീങ്ങളോടും ഇസ്ലാം വിശ്വസിക്കുന്നവരോടുമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഓൺലൈനിലൊക്കെ ഉള്ളതുകൊണ്ട് പലരും കാര്യം വെറുതെ ഓരോ നീതി വിട്ട് ഏറ്റവും സമയം പോകണ്ട. നിങ്ങളോടല്ല ഈ പറയുന്നത്, നിങ്ങൾ പോയിക്കോ. നിങ്ങളോടല്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞ് തിരിയുന്ന ആളുകളോട് സംസാരിച്ചിട്ടില്ലേ കാര്യമുള്ളൂ. ഇത് മുഅ്മിനീങ്ങളോടാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് സംഅൻ വത്വാഅ. അവിടെ നമ്മുടെ ചിന്തകൾ മാറ്റിവെക്കുകയാണ്. എന്തുകൊണ്ട്? അഖ്ലും മിനൽ ഖാരിജ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അഖ്ലിനേക്കാളും പുറത്ത് കിടക്കുന്ന ഒരു അഖ്ൽ നമ്മളുമായി സംവദിക്കാൻ തുടങ്ങിയാൽ അതാണ് വഹി. ആ വഹി വന്നാൽ ഈ അഖ്ൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് സംഅൻ വത്വാഅ, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു നബിയെ. ഹബീബിനോട് ബൈഅത്ത് ചെയ്തു. സ്വഹാബി പറയാൻ, ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, ബായഅനാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലസ്സംഇ വത്വാഅ. പുണ്യ നബിയേ, അങ്ങ് അല്ലാഹുവിൻ്റെ റസൂലാണ്, അങ്ങ് പറയുന്നത് അങ്ങനെ കേൾക്കുകയും അങ്ങനെ അനുസരിക്കുകയും ചെയ്യുന്നവരാണ് റബ്ബേ ഞങ്ങൾ. നബിയേ, ഞങ്ങൾ ഫിൽ ഉസ്രി വൽ യുസ്രി, ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ദാരിദ്ര്യമാണെങ്കിലും സമ്പത്തുണ്ടെങ്കിലും നബിയേ, അങ്ങ് പറയുന്നത് ഞങ്ങൾ അനുസരിക്കും നബിയേ, അനുസരിക്കും. വൽ മൻശതി വൽ മക്റഹി, ഞങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിലും ഞങ്ങളുടെ മനസ്സിന് വിഷമമുള്ള സമയമാണെങ്കിലും ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ നബിയേ ഞങ്ങൾ അനുസരിക്കും, റസൂലേ ഞങ്ങൾ അനുസരിക്കും. വഅലാ അഥറത്തിൻ അലൈനാ, നബിയേ അത് ഞങ്ങൾക്ക് നഷ്ടമാകുന്ന വിഷയമാണെങ്കിൽ പോലും, ഞങ്ങളെ നോക്കാതെ ഞങ്ങൾക്ക് നഷ്ടമാണെങ്കിൽ പോലും നബിയേ ഞങ്ങൾ അങ്ങയുടെ വാക്കനുസരിക്കും നബിയേ. പിന്നെ പറഞ്ഞു, വഅലാ അല്ലാ നുനാസിഅൽ അംറ അഹ്ലഹു, നിങ്ങളൊരാളെ നേതാവായി നിശ്ചയിച്ചാൽ, ഒരാളെ നിങ്ങൾ അമീറായി നിശ്ചയിച്ചാൽ, നിങ്ങളുടെ നേതാവും ഖായിദുമായി നിശ്ചയിച്ചാൽ പിന്നെ അവരോട് തർക്കിക്കാൻ പോകരുത്. ആ നേതൃത്വത്തെ പഴിചാരി പറയരുത്, നേതൃത്വത്തെ നിങ്ങൾ മോശമാക്കരുത്, ഒരു ഉമ്മത്തിന്റെ വഹ്ദത്തിനെ ഇല്ലായ്മ ചെയ്യരുത്. വഅലാ അൻ നഖൂല ബിൽ ഹഖ് ഹൈസുമാ കുന്നാ, ഞങ്ങൾ എവിടെയാണെങ്കിലും സത്യത്തിന്റെ കൂടെ നിൽക്കൂ. ന്യായവും സത്യവും അദലും നീതിയും എവിടെയാണോ അവിടെയാണ് ഞങ്ങൾ ഉണ്ടാവുക. ഇതൊരു വലിയൊരു വിഷയമാണ്. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യാം, ഭാര്യ തെറ്റ് ചെയ്യാം, ഭർത്താവ് തെറ്റ് ചെയ്യാം, വാപ്പൻ്റെ അടുത്ത് തെറ്റ് പറ്റിയേക്കാം, ഉമ്മൻ്റെ അടുത്ത് തെറ്റ് പറ്റിയേക്കാം. നമ്മൾ ന്യായത്തിൻ്റെ കൂടെയാണ്. ഉമ്മയുടെ വാപ്പയുടെ ഒക്കെ സ്നേഹം അവിടെ തന്നെ ഇരിക്കട്ടെ, പക്ഷേ ന്യായം ന്യായമായിട്ട് അംഗീകരിക്കും. എൻ്റെ ഉമ്മ ചെയ്തതൊക്കെ ശരിയാണ്, എൻ്റെ ഭാര്യ ചെയ്തത് മുഴുവൻ ശരിയാ, എൻ്റെ മകൻ ചെയ്തത് മുഴുവൻ ശരിയാ. അങ്ങനൊരു ശരി ഇസ്ലാമിലില്ല. അത് ഹഖാണോ അദിലാണോ ഖിസ്താണോ ഒക്കെ ഇല്ലേ, നമ്മൾ നന്മയുടെ കൂടെയാണ്. വഅല്ലാ നുനാസിഅൽ അംറ കുല്ലഹു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
സ്വഹാബികളെ പഠിപ്പിക്കുകയാണ്, സ്വഹാബികളെ നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ഹദീസുകൾ കേൾക്കുമ്പോൾ അങ്ങനെ ആലോചിക്കേണ്ടത്, ഇത് എൻ്റെ അഖലാണ്, എൻ്റെ തല, അത് വഹയും മിനദ് ദാഖിൽ, പുറത്തുനിന്ന് വരുന്ന വഹയ്, ഖുർആനും ഹദീസും ദീനിൻ്റെ ശഈറത്തുകളും ശരീഅത്തുൽ ഇസ്ലാം, അത് അഖ്ലുൻ മിനൽ ഖാരിജ്, അത് മറ്റൊരു അഖലാണ്, അത് പുറത്തുനിന്ന് വരുന്ന അഖലാണ്, അത് മറ്റൊരു ബുദ്ധിയാണ്. ആ ഖാരിജിലെ ബുദ്ധിയെ വഹയെന്ന്, ഇത് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതാണ്, ഞാൻ ഉണ്ടാക്കി പറയല്ല. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ അൽ വഹയു അഖ്ലുൻ മിനൽ ഖാരിജ് വൽ അഖ്ലു വഹയും മിനദ് ദാഖിൽ. ഗസാലി ഇമാം അതുകൊണ്ടാണ് ഹുജ്ജത്തുൽ ഇസ്ലാം എന്നറിയപ്പെടുന്നത്. എത്ര വലിയ ആഴമേറിയ അറിവുകളുടെ വാക്കുകളാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങളുടേത്. യാ അല്ലാഹ്. ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു കാന യുസമ്മ ബിയൂസുഫി സ്വഹാബ, സ്വഹാബാക്കളിലെ യൂസുഫ് നബി എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ് ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. വലിയ സൗന്ദര്യമുള്ള സ്വഹാബിയായിരുന്നു ജരീർ ഇബ്നു അബ്ദുല്ലാഹി അൽ ബജലി റളിയല്ലാഹു അൻഹു. കുറച്ച് ഹദീസുകളാണ് തങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒരു വഫദിൻ്റെ കൂടെ വന്നതാണ്. ആ രംഗമൊക്കെ അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ചെന്നതും കൂടുതൽ ആൾക്കാരൊക്കെ ഒട്ടപ്പുറന്ന് ഓടി മദീന പള്ളിയിലേക്ക് ഓടി. മഹാനായ ജരീർ എന്നവർ കുളിക്കാൻ പോയി, വൃത്തിയായി, ഡ്രസ്സ് മാറി, സുഗന്ധമൊക്കെ പൂശിയിട്ട് നബി തങ്ങളെ കാണാൻ വന്നു. ബാക്കിയെല്ലാവരും ഓടി, ആദ്യം തന്നെ മദീനത്തേക്ക് എത്തിയപ്പോൾ അവർ ഓടി മദീന പള്ളിയിലേക്ക്. ഈ സ്വഹാബി ഇങ്ങനെ ഒറ്റക്ക് സുമുഖനായി കുളിച്ച് വൃത്തിയായി വരുന്നത് കണ്ടപ്പോൾ ആ സ്വഹാബി ഇഷ്ടപ്പെട്ടുകൊണ്ട് നിബിതങ്ങൾ യാ ജരീർ, മഹാനായ ജരീർ റളിയല്ലാഹു അൻഹുവിനെ നിബിതങ്ങൾ ഇഷ്ടപ്പെട്ടതും മഹാനവറുകൾ ആ സ്വഭാവത്തെ നിബിതങ്ങൾ പുകഴ്ത്തിയതുമൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. മഹാനവറുകൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനവറുകൾ പറയാണ്, ഈജിപ്തിലല്ല, മഹാനവറുകൾ അമീറായി ജോലി ചെയ്തിരുന്ന സമയം മുഗീറത്ത് ഇബ്നു ശുഅബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനവറുകൾ അമീറായിരുന്ന നാട്ടിൽ മുഗീറ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ, മുഹാജിറായ സ്വഹാബിയാണ് മുഗീറത്ത് ഇബ്നു ശുഅബ് റളിയല്ലാഹു അൻഹു. മുഹാജിറാൻ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബിയാണ്. അങ്ങനെ മുഗീറ തങ്ങളുടെ നാട്ടിൽ ഒരു നേതാവ് മരണപ്പെട്ടപ്പോൾ അടുത്തത് ആരാണ്? വലിയ വിഷയമായി, വലിയ ചർച്ചയായി, ബഹളമായി, ബുദ്ധിമുട്ടായി. ആ സമയത്ത് ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആ നഗരത്തിലുണ്ട്. മഹാനവറുകൾ മിമ്പറിലേക്ക് കയറി ചെന്നു. ഫസഇദൽ മിമ്പർ ഫഖാമ ഖതീബൻ, അവരുടെ മുമ്പിൽ ഖുതുബ നിർവഹിക്കുകയാണ് ജരീർ തങ്ങൾ. അവിടുത്തെ നേതാവ് മരിച്ചിരിക്കുകയാണ്, പുതിയൊരു നേതാവ് വന്നിട്ടില്ല. അപ്പോഴേക്കും ആര്, ഞാൻ, നിങ്ങൾ, അവരെ എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടക്കുകയാണ്. അതൊരു ബഹളത്തിലേക്ക്, ഒരു ഫിത്നയിലേക്ക്, ഉമ്മത്തിനൊരു നേതാവില്ലാത്ത അവസ്ഥ വരുമോ എന്ന് പേടിച്ചു കൊണ്ടിരുന്നപ്പോൾ മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ നേരെ മിമ്പറിലേക്ക് കയറി ചെന്നു. മഹാനവറുകൾ, അയ്യുഹന്നാസ്, ജനങ്ങളെ, അലൈക്കും ബിത്തിഖാഇല്ലാഹി വസ്സകീനഹ ഹത്താ യഅതിയകുമുൽ അമീർ ഫഇന്നമാ യഅതീകും അൽആൻ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വബിസ്സകീന, ശാന്തമായിരിക്കണം. ഇതൊരു നേതാവ് പറഞ്ഞാൽ അനുയായികൾ ശാന്തമായി ഇരിക്കണം. പിന്നെയും ഫേസ്ബുക്കിൽ എഴുതുക, അത് ചെയ്യരുത്. ഒരു നേതാവിൻ്റെ വാക്കിന്, ഒരു ആലിമിൻ്റെ വാക്കിന്, ഒരു സയ്യിദിൻ്റെ വാക്കിന്, നമ്മുടെ ഗുരുനാഥന്മാരുടെ വാക്കുകൾക്ക് വില കൊടുക്കുക എന്ന് പറഞ്ഞത് അദബുകളിൽപ്പെട്ട വലിയൊരു അദബാണ്. ഇൽമ് അമലില്ലെങ്കിലും ചിലപ്പോൾ രക്ഷപ്പെടുന്ന, അദബില്ലെങ്കിൽ രക്ഷപ്പെടുക പ്രയാസമാണ്. നമ്മൾ ഖലീലുൽ അദബായി മാറുന്ന ഒരു പ്രശ്നം വല്ലാണ്ട് കാണുന്നുണ്ട്. വേദന കൊണ്ട് പറയാൻ, അലൈക്കും ബിസ്സകീന, നിങ്ങൾ ശാന്തമായിരിക്കണേ, പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കരുത്, അത് ആരായിരുന്നാലും. അലൈക്കും ബിസ്സകീന. എന്തൊരു മനോഹരമാണ് നമ്മുടെ ദീൻ, എന്തിനൊക്കെയാണ് മാതൃകകൾ. യാ അയ്യുഹന്നാസ് അലൈക്കും ബിത്തിഖാഇല്ലാഹ്, ജനങ്ങളെ, ഒരു നേതാവ് മരിച്ചിരിക്കുന്നു. മുഗീറത്ത് ഇബ്നു ശുഅബ് റളിയല്ലാഹു അൻഹു ഇവിടെ മരിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പറയല്ലിൻ. നിങ്ങൾ നിങ്ങളുടെ പോരിശ പറഞ്ഞിവിടെ അടിപിടി ഉണ്ടാക്കല്ലിൻ.
ഞങ്ങളാണ് അവകാശികൾ, ഞങ്ങളാണിത് ചെയ്യേണ്ടത്, ഞങ്ങൾക്കാണിതിൻ്റെ യോഗ്യത, ഇതൊന്നും പറയല്ലേ. അലൈക്കും ബിത്തിഖാഇല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. പടച്ചവൻ കേൾക്കുന്നില്ലയോ നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? വബിസ്സകീന, ശാന്തമാവിൻ. ഹത്താ യഅതിയകും അമീറുക്കും, നിങ്ങൾക്ക് അമീർ മുഗീറ തങ്ങൾ മരിച്ചതിന് ശേഷം വരേണ്ട അമീർ ഇപ്പൊ വരും. ഇന്നഹു യഅതീകുമുൽ ആൻ ഫഇന്നമാ യഅതീകുമുൽ ആൻ, ഇപ്പൊ വരും, നിങ്ങളൊന്ന് ശാന്തമായിരിക്കണേ. ജനങ്ങൾ മുഴുവൻ ശാന്തമായിരുന്നു. മുഗീറ തങ്ങൾ മരിച്ചു കിടക്കുകയാണ് അവിടെ. ഇസ്തഅഫൂ ലി അമീരിക്കും, നിങ്ങളുടെ മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ ഗവർണറായ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കിൻ. പടച്ചവനെ, ഞങ്ങളുടെ നേതാവിനെ പുറത്തു കൊടുക്കണേ എന്ന് പറയിൻ. ഫഇന്നഹു കാന യുഹിബ്ബുൽ അഫ്വ, അദ്ദേഹം ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കൽ ഇഷ്ടപ്പെട്ടിരുന്ന മനുഷ്യനായിരുന്നു. ജനങ്ങൾക്ക് മാപ്പ് കൊടുത്തിരുന്ന ആളാ. അല്ലാഹുവിനോട് പറയും, നിങ്ങളുടെ നേതാവിന് മാപ്പ് കൊടുക്കണേ എന്ന്. അവരെ കൊണ്ട് ദുആരപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, ഇനി പറയുന്നതാണ് നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നത്. അല്ലയോ ജനങ്ങളെ, ഇന്നി അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബായിഉഹു അലൽ ഇസ്ലാം, പുണ്യനബി തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഹബീബിൻ്റെ പള്ളിയിലേക്ക്, മദീന പള്ളിയിലേക്ക് എൻ്റെ ഒട്ടകപ്പുറത്ത് നിന്ന് എൻ്റെ കൂടെ വന്ന നിവേദക സംഘത്തിൻ്റെ കൂടെ ഞാനും മദീനയിലെത്തി റസൂലുള്ളാഹി തങ്ങളെ ഒരു നോക്ക് കാണാൻ കൊതിക്കുകയും ഹബീബിൻ്റെ കൈപിടിച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറയാനുള്ള മോഹം കൊണ്ട് ഞാൻ മദീന പള്ളിയിലേക്ക് ഓടി വന്നത് ഓർക്കുകയാണ്. ഫശറത അലയ്യ, ഞാൻ മുസ്ലിമാവട്ടെ എന്ന് ഹബീബായ നബി തങ്ങളോട് ഞാൻ പറയുകയും, നോക്കണം, ഞാൻ ഹബീബിനോട് ആവശ്യപ്പെടുക, തങ്ങളെ എനിക്ക് ഷഹാദത്ത് ചൊല്ലിത്തരൂ, ഞാൻ മുസ്ലിമാവട്ടെ എന്ന്. ഫശറത അലയ്യ, ഞാൻ മുസ്ലിമാവുകയാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ തങ്ങൾക്ക് വേണമെങ്കിൽ എന്തു പറയാം? ആയിക്കോട്ടെ, സന്തോഷം, ഒരാളും കൂടെ എണ്ണം കൂടല്ലേ. മദീനയിൽ ഹബീബിന്റെ അനുയായികളിലേക്ക് ഒരാളല്ല 100-ലേറെ ആളുകൾ ആ വഫദിൽ വന്നിട്ടുണ്ട്. ആ സംഘത്തിൽ അതിൽപ്പെട്ട ആളാണ് ജരീർ തങ്ങള്. അവിടെ വേറൊന്നും പറയാണ്ടവരെ സ്വീകരിച്ചാൽ മതി. പക്ഷേ പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഇസ്ലാം സ്വീകരിക്കുന്നത് ശരി തന്നെയാണ്, നല്ല കാര്യമാണ്, അതിനപ്പുറം ഇനി വേറൊരു കാര്യം പറയാനില്ല. പക്ഷേ ഫശറത അലയ്യ, എന്നോട് പറഞ്ഞു, അന്നുസ്ഹി ലികുല്ലി മുസ്ലിം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അല്ലാഹുവാണെന്നും ആ റബ്ബിന്റെ തിരുദൂതരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരോടും വന്നുസ്ഹി, അവർക്കെല്ലാം നല്ലത് വരണമെന്ന് ജരീറെ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഓർമ്മ വേണം. അത് ഓർത്തിട്ട് മതി നിങ്ങൾ മുസ്ലിമാവൽ. നിങ്ങൾ മുസ്ലിമായാൽ ഈ ചിന്ത എപ്പോഴും കൊണ്ടു നടക്കണം. അതിന് പറ്റുമോ? അതിന് പറ്റുമോ? പറ്റും നബിയേ, ഞാനത് ചെയ്യാം. വന്നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും. കള്ളു കുടിച്ച് നടക്കുന്ന മനുഷ്യനാണെന്ന് വിചാരിക്കുക, അവനൊരു മുസ്ലിമായ ഉമ്മാക്കും വാപ്പാക്കും പിറന്നു, ഓൻ ജന്മത്തെ നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കുക, ഹുക്കുമെന്താ? അവൻ കാഫിറാവോ? അവൻ ആസിയാണ്, അവൻ തെറ്റ് ചെയ്ത മനുഷ്യനാ. മുസ്ലിമല്ലേ? മുസ്ലിമാണ്. ഇവന് അവൻ പറയണം, ഞാൻ എക്സ് മുസ്ലിമാണ്, ഞാൻ പോയിട്ടുണ്ട്, അവിടെ പിന്നെ തീർന്നു. നിഷേധിക്കാത്ത കാലത്തോളം ഓൻ നിസ്കരിച്ചില്ല, നോമ്പ് നോറ്റില്ല എന്നൊക്കെ ശരിയാണ്, സർവ്വ കുരുത്തക്കേടും ചെയ്തിട്ടുണ്ട് എന്നതും ശരിയാണ്. മരിച്ച മയ്യത്ത് നിസ്കരിക്കണ്ടേ? എന്താ ഹുക്കുമ്? മയ്യത്ത് നിസ്കരിക്കണം. എന്തേ? ഫഹുവ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ. വഹിസാബുഹു അലല്ലാഹ്, ആള് രക്ഷപ്പെടൂല്ലേ? അത് അള്ളാഹിന്റെ അടുത്തുള്ള കാര്യം, നമ്മൾ ആരും തീരുമാനിക്കേണ്ട കാര്യമില്ല. ആള് മുസ്ലിമാണോ? മുസ്ലിമാണ്. ആ മനുഷ്യന് പോലും നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഈ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ. എത്ര തെറ്റ് ചെയ്ത് നടക്കുന്ന മനുഷ്യനാണെങ്കിലും അവൻ നന്നാവണം. പടച്ചോനെ, അവനെ നീ സ്വീകരിക്ക റബ്ബേ, അവന് ഹിദായത്തിന്റെ വഴി നീ കൊടുക്കു പടച്ചോനെ, അവനെ നീ സ്വീകരിക്കണേ, അവനെ നീ പൊരുത്തപ്പെടണേ റബ്ബേ എന്ന് ഒരു തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരാറുണ്ടോ? എങ്കിൽ നമ്മൾ ഒന്നാം തരം മുസ്ലിമീങ്ങളാണ്. ഇസ്ലാമിൻ്റെ ഷിആർ എന്ന് പറയുന്നത് ഈ നസ്വിഹത്താൻ, ഓരോരുത്തർക്കും നന്മ വരണം എന്ന് ആഗ്രഹിക്കലാണ്. ഈ ആഗ്രഹം പോയിട്ട് വെറുപ്പായിട്ട് മാറി എന്താവും? മുസ്ലിമീങ്ങളെ കാണുമ്പോൾ തന്നെ അവർ വെറുപ്പ്.
നസീഹത്ത് വേണമെന്നാ പറഞ്ഞത്. കാരണം പിശാച്ച് നമ്മളെ വഴിതെറ്റിക്കാൻ ഇടവരുത്തല്ലേ. പിശാച്ച് നമ്മളെ എടുത്ത് റാഞ്ച് കൊണ്ടുപോകും. ദീൻ അവിടെ വെച്ചിട്ട് വേറെന്തിൻ്റെയൊക്കെയോ പിന്നാലെ നമ്മൾ ഓടുന്ന അവസ്ഥ വരും. മഅദല്ലാഹ് വന്നുസ്ഹി ലികുല്ലി മുസ്ലിം. ഇത് ദീനിൻ്റെ അടിസ്ഥാനമാണ്. ഓരോ മുസ്ലിമിനും നന്മ വരണം എന്നാഗ്രഹിക്കണം. എന്നിട്ട് മഹാനായ ജരീർ തങ്ങൾ പറയാ, തങ്ങളോട് ഞാൻ പറഞ്ഞു, നബിയേ ഞാൻ ഒരുക്കമാണ് റസൂലേ, എനിക്ക് കലിമ ചൊല്ലിത്തരൂ. അപ്പോഴാ തങ്ങൾ കലിമ ചൊല്ലി കൊടുക്കുന്നത്. വന്നുസ്ഹി ലികുല്ലി മുസ്ലിം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വറബ്ബി ഹാദൽ മസ്ജിദ്. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുന്ന ഈ മസ്ജിദിനെ തന്നെയാണ് സത്യം. റബ്ബി ഹാദൽ, ഈ മസ്ജിദിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നി ലക്കും ലനാസിഹ്, ഞാൻ നിങ്ങൾക്ക് ഗുണമുദ്ദേശിച്ച് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ശാന്തമായി ഇരിക്കുന്നെന്ന് പറഞ്ഞത്. ഇവിടെ അടിപിടി ഉണ്ടാവരുത്, മുസ്ലിം ഉമ്മത്ത് തമ്മിലടിക്കരുത്, ഇവിടെ പരസ്പരം ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയുന്ന അവസ്ഥ വരരുത്, നിങ്ങളൊക്കെ നന്നാവണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ ഞാൻ എൻ്റെ റസൂലുള്ളാഹിക്ക് വാക്കുകൊടുത്തതാണ്, ഈ ഉമ്മത്തിന് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ അടിപിടി ഉണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ഈ പള്ളിയിലെ മുഴുവൻ ആളുകളോടും ഞാൻ പറയാൻ, അലൈക്കും ബിത്തിഖാഇല്ലാഹി വസ്സകീന. ഇവിടെ അമീറില്ല എന്ന് വിചാരിച്ച്, നേതാവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ബഹളം ഉണ്ടാക്കുകയാണോ? അടങ്ങിയിരിക്കണം, ശാന്തമാകണം, അള്ളാഹിനെ പേടിച്ചോളൂ എന്ന് ആ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് മഹാനായ യൂസുഫ് സ്വഹാബ ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. ഇത് ബേസിക്കാണ്. അടിസ്ഥാനം തറയല്ലേ, പിന്നെ ബിൽഡിങ്ങിൻ്റെ മേലെ കെട്ടണം, ഇത് തറയായിട്ടുള്ളൂ. ഇസ്ലാമിൻ്റെ റുക്കുനുകൾ 5 റുക്കുനുകൾ ഉണ്ടെന്ന് പറയുന്ന പോലെ നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും, ഷഹാദത്തും അത് പില്ലറാണ്, റുക്കുനുകളാണ്. പില്ലറുണ്ടായാൽ പാർക്കാൻ പറ്റുമോ? അതിന് ചോറ് വേണം, ഫർണിച്ചർ വേണം, പെയിൻറ് വേണം, ഒക്കെ വേണം. അതൊക്കെ പിന്നെ ചെയ്യാനുള്ളതാണ്. ഇത് അടിസ്ഥാനമാണ്, അതിൻ്റെ അസാസാണിത്. അതുകൊണ്ട് ആലിമീങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള വലിയൊരു ദൗത്യം, ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ദൗത്യമുണ്ട്. ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആരൊക്കെ ശ്രമിക്കാറുണ്ട്. നമ്മളെല്ലാവരെയും ഓൻ പുറത്ത്, ഇവൻ പുറത്ത്, ഈ പുറത്താക്കുക എന്നല്ലാതെ അകത്തേക്ക് നമ്മൾ എത്ര പേരെ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ആലോചിക്കാറുണ്ടോ? ഞാൻ ചോദിക്കാം, നമ്മൾ എത്ര പേരെ അകത്തേക്ക് കൊണ്ടുവരുന്നു? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം നടക്കുമ്പോൾ ഒരാളുടെ കൂടെ ഒരാളെങ്കിലും ഒരാളെ അഹ്ലുസുന്നയുടെ അഖീദയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ, ഒരാളെ ഞാൻ നന്നാക്കി കൊണ്ടുവരട്ടെ എൻ്റെ കൂടെ. ആ മഹാസംഗമത്തിലേക്ക് വരുമ്പോൾ ഞാനൊരു 10 പേരെ എൻ്റെ നാട്ടിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിലേക്ക് കൊണ്ടുവരുന്നു, ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവരായി ഞാൻ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് ശപഥം ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് അദ്ദീനു അന്നസ്വീഹ. ദീൻ എന്ന് പറയുന്നത് ഗുണം കാക്ഷിക്കലാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സിറ്റ് അടിച്ച് കൊടുക്കലല്ല, പുറത്താക്കലല്ല. ഇത് പോയി, ഇത് പുറത്ത്, ഇത് പുറത്തില്ല. പിന്നെ ആരുണ്ടാവും ഇവിടെ? നമ്മൾ അകത്തേക്ക് ദഅവത്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കാൻ പറയുന്ന വാക്കാണ് ദഅവത്ത്. വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കുന്ന വാക്കാണ് ദഅവ. ഞാൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഈ ദീനിലേക്ക്, സമസ്തയിലേക്ക്, അഹ്ലുസുന്ന വൽ ജമാഅത്തിലേക്ക് ഒരു മനുഷ്യരെ നിങ്ങൾ കൊണ്ടുവരേണ്ടത്. നമുക്കങ്ങനെ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ റസൂലുള്ളാഹി തങ്ങളുടെ അനുയായികളാകുന്നത്. തങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഈ നസീഹത്തിൻ്റെ ചിന്തകൾ നമ്മളിൽ വേണം. ഇതൊക്കെ നമ്മൾ ഹദീസിൽ കിടക്കും ചെയ്യാം, നമ്മൾ വേറെ ഏതോ ലോകത്തോടും ചെയ്യാം. ഇതെന്ത് കാര്യം? നമ്മളിലാണിത് വേണ്ടത്. അലൈക്കും ബിൻ നസീഹ്, അലൈക്കും ബിത്തിഖാഇല്ലാഹി വസ്സകീന. മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറഞ്ഞ ഈ വാക്കുകളെ ഇന്നും നമ്മുടെ കർണപുടങ്ങളിൽ അലയടിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകട്ടെ. അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ആലിമീങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റു. ആലിമീങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റു. അവര് ഈ ഉമ്മത്തിന് വേണ്ട ദൗത്യങ്ങൾ അവർ നിർവഹിക്കുകയും ചെയ്തു. ഷാമിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു സ്വഹാബിയുണ്ട്, അബൂ മറിയം റളിയല്ലാഹു അൻഹു. സ്വഹാബികളിൽ അബൂ മറിയമിൻ്റെ വാപ്പ എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞത്തുള്ള ഒരു ഒറ്റ സ്വഹാബി ഉണ്ടായിട്ടുള്ളൂ എന്ന്, അബൂ മറിയം. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഈ സംഭവം രേഖപ്പെടുത്തി. മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിലാണ്. അബൂ സുഫിയാൻ തങ്ങളുടെ മകൻ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ, വാപ്പയും സ്വഹാബിയാണ്, മോനും സ്വഹാബിയാണ്. ഷാമിലേക്ക് മദീനയിൽ നിന്ന് യാത്ര തിരിച്ചു. മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഏകദേശം
എന്തായാലും ഒരു 1500 മുതൽ 2000 കിലോമീറ്റർ യാത്ര ചെയ്യണം. 2000 കിലോമീറ്റർ ആലോചിച്ച് നോക്കി. അബൂ മറിയം റളിയല്ലാഹു അൻഹു അന്നത്തെ ഖലീഫയായിരുന്ന മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ഷാമിലേക്ക് യാത്ര പുറപ്പെട്ടു. ഷാമിലേക്ക്, ഇന്നത്തെ സിറിയയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക്, ഡമസ്കസിലേക്ക്. മാ അസ്അദനാ ബിക യാ അബാ മറിയം, അബൂ മറിയമേ നിങ്ങൾ വന്നതുകൊണ്ട് വല്ലാത്ത സന്തോഷമുണ്ട് എനിക്ക്. ആ സ്വഹാബി കടന്നു വരികയാണ്. ആരുടെ അടുത്തേക്ക് വരുന്നതെന്നറിയോ? അന്നത്തെ ഖലീഫയുടെ മുമ്പിലേക്ക്. ഖലീഫയുടെ മുമ്പിലേക്ക്. മാ അസ്അദനാ ബിക യാ അബാ മറിയം, അബൂ മറിയമേ നിങ്ങൾ വന്നതുകൊണ്ട് വല്ലാത്ത സന്തോഷമുണ്ട്. എന്താ നിങ്ങൾ നമുക്ക് കൊണ്ടുവന്ന വിശേഷം? എന്താ നിങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവന്നത്? എന്ത് നല്ല വാർത്തയാണ് നിങ്ങളുടെ കൂടെയുള്ളത് എന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂ മറിയം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദീസുൻ സമിഅ്തുഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് സമ്മാനമായി ഞാൻ നൽകുന്നത് എൻ്റെ ഹബീബ് പറഞ്ഞ ഒരു ഹദീസാണ്. ഈ ഹദീസ് പറയാനാണ് ഈ 2000 കിലോമീറ്റർ യാത്ര ചെയ്തത്. ആലോചിച്ച് നോക്കി. അതുമാത്രമല്ല, ഈ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ട് ഒരു ചായ പോലും കുടിക്കാതെ അവിടെ ഇറങ്ങിപ്പോരുകയും ചെയ്തു. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിലെങ്ങാനും അധികാരം കയ്യിൽ കിട്ടുമ്പോൾ മനുഷ്യർക്ക് എന്തെങ്കിലും ചില താൻപോരിമയോ അധികാരത്തിൻ്റെ ദുർവിനിയോഗമോ മനസ്സിൽ വരാം. അങ്ങനെ ഒരു ചിന്ത മുആവിയ റളിയല്ലാഹു അൻഹുവിന് വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അതൊരു ഗുണകാംക്ഷിക്കലാണ്, അതൊരു നസ്വിഹത്താണ്. ഒരു മനുഷ്യന് നന്മ വരണം. അധികാരത്തിൻ്റെ ആ ഒരു പ്രസരിപ്പിൽ എന്തും ചെയ്യാമെന്ന തോന്നലൊന്നും വന്നു പോകരുത്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന് അതാ സംഭവിച്ചത്. മുആവിയ തങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി വന്ന സ്വഹാബിയാണ് അബൂ മറിയം റളിയല്ലാഹു അൻഹു. എന്താ കൊണ്ടുവന്നത് മദീനയിൽ നിന്ന് എന്ന് ചോദിച്ചു. അജ്വ ഈത്തപ്പഴമല്ല, മക്കത്ത് സംസം കൊണ്ടുവന്നിട്ടുമില്ല. ആകെയുള്ളത് ഒരു ഹദീസാണ്. യാത്ര നടന്നു പോവാണ്, ഒട്ടകപ്പുറത്തും കാൽനടയായും ഷാം വരെ നടന്നെത്തിയ അബൂ മറിയം റളിയല്ലാഹു അൻഹു. ഹദീസുൻ സമിഅ്തുഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസാണ്. ആ ഹദീസാണെങ്കിലോ ഒരു പ്രാർത്ഥനയാണ്, ഒരു ദുആ ആണ്. അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മതി ശൈഅൻ ഫറഫഖ ബിഹിം ഫർഫുഖ് ബിഹി. അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എൻ്റെ അനുയായികളിൽപ്പെട്ട ആരെങ്കിലും എൻ്റെ അനുയായികൾക്ക് നേതാവായി, ഭരണാധികാരിയായി, നേതൃത്വത്തിലേക്ക് കടന്നു വരികയും എന്നിട്ട് തൻ്റെ പ്രജകളോട്, തൻ്റെ ആളുകളോട് മാന്യമായി ദയാവായ്പോടുകൂടെ കാരുണ്യത്തോടുകൂടെ സ്വന്തം പ്രജകളോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയോട് അല്ലാഹുവേ നീയും ദയകായി കാണിക്കണമേ, നീയും കരുണ ചെയ്യണമേ, നീയും ദയാവായ്പ കാണിക്കണമേ. വമൻ വലിയ മിൻ അംരി ഉമ്മതി ശൈഅൻ ഫശഖ അലൈഹിം ഫശ്ഖുഖ അലൈഹി. എൻ്റെ ഉമ്മത്തികളുടെ അധികാരം ഏറ്റെടുക്കുകയും എൻ്റെ ഉമ്മത്തികൾക്ക് വിഷമമുണ്ടാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഭരണാധികാരിക്ക് നീ വിഷമമുണ്ടാക്കണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്ത ആ ഒരു ഹദീസ് മുആവിയ തങ്ങളെ, യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. മദീനയിൽ നിന്ന് ഷാമിലേക്ക് യാത്ര പോയത് ഈ ഹദീസ് കേൾപ്പിച്ചു കൊടുക്കാൻ. കാരണം അധികാരത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് എന്ത് പറഞ്ഞിട്ട് പേടിപ്പിക്കും? കോടതി നിങ്ങൾക്കെതിരെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ നാട് ആലോചിക്കുന്നില്ലേ? അധികാരം കയ്യിൽ കിട്ടുമ്പോൾ മനുഷ്യൻ എന്തും അവരെന്ത് പറഞ്ഞിട്ടാ പേടിപ്പിക്കുക? അതുകൊണ്ട് റബ്ബുസ്സമാവാതി വൽ അർദ്, ആകാശ ലോകങ്ങളുടെ അധിപനായ പടച്ചവൻ, ജനനവും മരണവും നിയന്ത്രിക്കുന്ന പടച്ചവൻ, അധികാരത്തിന്റെ ചങ്കോൽ, ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ആർക്കാണ് യഥാർത്ഥ അധികാരം എന്ന് അല്ലാഹു ചോദിക്കുന്ന നേരമുണ്ട്. ഭൂമിയിലുള്ളവരൊക്കെ മലിക്, അധികാരികളാണെന്ന് പറഞ്ഞവരാണ്. പക്ഷേ അതൊക്കെ ഒരുതരം തശ്ബീഹാണ്, അല്ലെങ്കിൽ അതൊക്കെ ഒരുതരം മെറ്റഫോർ, അതൊക്കെ ആലങ്കാരിക പ്രയോഗമാണ്. അധികാരം ആർക്കാ? ലില്ലാഹി സുബ്ഹാനഹു, അല്ലാഹു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ.
ആ റബ്ബ് നിങ്ങളെ പിടിക്കും മുആവിയ എന്ന് പറയുന്നൊരു സന്ദേശമല്ലാതെ ഒരു ഖലീഫയെയും ഒരു ഭരണാധികാരിയെയും നിയന്ത്രിക്കാൻ മറ്റൊന്നില്ല. അതുകൊണ്ട് അബൂ മറിയം തങ്ങൾ തീരുമാനിച്ചു മുആവിയ തങ്ങളോട് ഈ ഹദീസ് ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന്. എന്നിട്ട് ചെരുപ്പും കയ്യിൽ പിടിച്ച് ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നടന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഭക്ഷണമൊന്നും കഴിക്കണില്ലേ? ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നതാ മദീനയിൽ നിന്ന്. എൻ്റെ ദൗത്യം ഞാൻ നിർവഹിച്ചു, ഞാൻ പോവുകയാണ്. എനിക്ക് സമ്പത്തും വേണ്ട, സമ്മാനവും വേണ്ട എന്ന് പറഞ്ഞ് മുആവിയ തങ്ങളുടെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന മഹാനായ അബൂ മറിയം റളിയല്ലാഹു അൻഹു. എന്തേ? നമുക്ക് ഒരു മുസ്ലിമിന് തിരിഞ്ഞു നടക്കാൻ അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തലേ നടക്കുകയുള്ളൂ. പടച്ചവനെ പറഞ്ഞാൽ ഒരു മുസ്ലിം അനുസരിക്കും. അള്ളാഹ്ക്കിത് ഇഷ്ടമല്ല നമ്മൾ ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം അവിടെ അത് നിർത്തണം. അതല്ലേ നമ്മുടെ ദീൻ എന്ന് പറയും. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. പടച്ചവനെ പറഞ്ഞിട്ട് ഒരു കൂസലില്ലാത്ത ആളുകൾ എന്ത് ദീനീ പ്രവർത്തനം? അള്ളാഹുവിന് ഇത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തണം. ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് എന്നറിയുമ്പോൾ അത് നമ്മൾ ചെയ്യണം. ഇതാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. അതല്ലേ നമ്മുടെ നിയന്ത്രണം? അതല്ലേ നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ ഇടയിലുള്ള ഫാസിൽ കലിമത്തുല്ലാഹ് വസുന്നത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുൻ സമിഅ്തുഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ من ولي من أمر أمتي شيئا فرفق بهم فارفق به ومن ولي من أمتي شيئا فشق عليهم فاشقق عليه. ഇങ്ങനെ ഒരു സാരോപദേശം മഹാനായ മുആവിയ തങ്ങൾക്ക് നടത്താൻ മദീനയിൽ നിന്ന് ഷാമിലേക്ക് യാത്ര ചെയ്തു പോയ അബൂ മറിയം റളിയല്ലാഹു തആല അൻഹു. അബൂ മറിയം റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാർ ചെയ്യുന്ന ദൗത്യമാണത്. പണ്ഡിതന്മാരുടെ ദൗത്യമാണത്. അവർ നന്മ നിലനിർത്താനും തിന്മകളെ ഉച്ചാടനം ചെയ്യാനും വേണ്ടി നിലനിൽക്കുന്നവരാണ്. ബിദ്അത്തിനെതിരെ, ദീനിൽ കടത്തിക്കൂട്ടുന്ന, ദീനിലില്ലാത്ത വിഷയങ്ങൾ. ബിദ്അത്ത് എന്ന് പറയുമ്പോൾ നമ്മളത് അൽ ബിദ്അത്തു ബിദ്അത്താൻ, ഇത് ഫുഖഹാക്കൾ പറഞ്ഞ വിഷയമാണ്. ഇതിൽ നമ്മളാരും തർക്കിച്ചിട്ട് കാര്യമില്ല. അൽ ബിദ്അത്തു ബിദ്അത്തുൻ ഹസനത്തുൻ വ ബിദ്അത്തുൻ സയ്യിഅ. ഇമാം ഷാഫിഈ തങ്ങൾ അങ്ങനെ അതിനെ നിർവചിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. മഹാനായ അല്ലാമ ഇബ്നു അബ്ദുൽ ബർ, മഹാന്മാരായ പണ്ഡിതന്മാർ, മാലിക്കി മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ, ഹംബലി, ഹനഫി, ഷാഫിഈ എല്ലാവരും അൽ ബിദ്അത്തു ബിദ്അത്താൻ. നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയില്ല കുല്ലു ബിദ്അത്തിൻ ളലാല. എന്താ ചെയ്യുക? ആ ഹദീത്ത് മഖ്സൂസാണ്, ആമുൻ മഖ്സൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റേക്ക് മനസ്സിലാവില്ല. എന്താണ് ഇതിൻ്റെ ഫുൾ അർത്ഥം വെച്ചിട്ട് മലയാളത്തിൽ അർത്ഥം വെച്ചിട്ട് പഠിക്കാൻ. ആ പറഞ്ഞ ഹദീസിൻ്റെ മദ്ലൂൽ ആ കാണുന്ന പോലെയല്ല. അത് ആമല്ല, അത് ഖാസാണ്. എല്ലാ പുതുതായി ഉണ്ടാകുന്നതും എന്തല്ല, സയ്യിഅത്തായ മോശപ്പെട്ടതല്ല. ഖുർആൻ ജംഅ് ചെയ്തത് അങ്ങനെയാണ്. ഖുർആൻ ഒരുമിച്ച് കൂട്ടപ്പെട്ടതാ. തങ്ങൾ ചെയ്തിട്ടുണ്ടോ, തങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഖുർആൻ അങ്ങനെയല്ലേ ഉള്ളത്. ഒരു ഏറ്റവും അബ്സത്തായ ഉദാഹരണം. അതുകൊണ്ട് എല്ലാ പുതുതായി ഉണ്ടായതും മോശമാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറയുമ്പോഴും കുല്ലു ബിദ്അത്തിൻ ഖാരിജത്തിൻ മിനൽ മില്ലത്തി ളലാല, അങ്ങനെ അതിനെ തഅ്വീൽ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ അങ്ങനെ കട്ട് ചെയ്ത് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ വിടും. ഓരോ റമളാൻ വരുമ്പോഴും റബീഉൽ അവ്വൽ വരുമ്പോഴും ബിദ്അത്തിനെ പണ്ഡിതന്മാർ നേരിട്ടിട്ടുണ്ട്. അഖീദയിൽ വരുന്ന വിഷയങ്ങളാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഇമാം ഷാഫിഈ തങ്ങളുടെ കാലത്ത് ഹഫ്സുൽ ഫർദ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. ഹഫ്സുൽ ഫർദ് ആൾ ബിദ്അത്തിന്റെ നേതാവാണ്. വിശുദ്ധ ഖുർആൻ മഖ്ലൂഖാണ് എന്ന വാദം ഈജിപ്തിൽ പറഞ്ഞിരുന്ന ആളാണ് ഈ ഹഫ്സുൽ ഫർദ്. മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ ആ മനുഷ്യരെ നോക്കിയിട്ട് പറഞ്ഞു, ദമുക ഫീ ഉനുഖി വഖത്ലുക ഹില്ലുൻ, നിന്നെ കൊല്ലൽ പോലും എനിക്ക് ഹലാലാണ് എന്നുവരെ ഇമാം ഷാഫിഈ തങ്ങൾ ഫത്വ കൊടുത്തിട്ട് അത്രക്കും മുറവ്വിജുൻ ലിൽ ബിദ്അ, ബിദ്അത്തിനെ പ്രചരിപ്പിച്ചിരുന്ന ആളായിരുന്നു ഹഫ്സുൽ ഫർദ്. ഇബ്നു അലിയ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. കുറെ ആളുകൾ മുജസ്സിമത്തിന്റെ വാദക്കാരുണ്ട്. അല്ലാഹു അർറഹ്മാനു അലൽ അർശി ഇസ്തവ, പടച്ചതമ്പുരാൻ അല്ലാഹുവിന്റെ അർശിന്റെ മേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഐ ഇസ്തൗല. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മുഫസ്സിരീങ്ങളൊക്കെ പറയും ഇസ്തവ എന്ന് പറഞ്ഞാൽ
മനുഷ്യന്മാർ ചെയറിലിരുന്നു, കസേരയിൽ ഇരുന്നു എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിനെ കുറിച്ച് അർശിന്റെ മേലിരുന്നു എന്ന് പറയാൻ പാടില്ല. പിന്നെയോ അള്ളാഹു അധികാരസ്ഥനാണ്, അള്ളാഹു അധികാരമുള്ളവനാണ്. അധികാരം സൂചിപ്പിക്കുന്ന വാക്കാണത്. മനുഷ്യരെ പോലെ, ഒരു സൃഷ്ടിയെപ്പോലെ ഇരുന്നു എന്നോ, കസേരയിലിരിക്കുന്ന രാജാവിനെ പോലെ അല്ല ഇരുന്നു എന്നോ പറയാൻ പാടില്ല. ചിലർ പറയും അങ്ങനെ തന്നെ അതിനെ വ്യാഖ്യാനിക്കണമെന്ന്. മുജസ്സിമത്തിൻ്റെ വാദങ്ങൾ, ജഹ്മിയ വാദങ്ങൾ, ഇങ്ങനെ ഒരുപാട് മുഅ്തസിലി വാദങ്ങൾ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു നേതാവായിരുന്നു ഇബ്നു അലിയ. ഇബ്നു അലിയെ സംബന്ധിച്ച് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു, ഉഖാലിഫു ഇസ്മാഈൽ ഇബ്നു അലിയ ഫീ കുല്ലി ഷൈ ഹത്താ ഫീ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്മാഈൽ ഇബ്നു അലിയ പറയുന്ന, അദ്ദേഹം മുഴുവൻ പേര് ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം ഇബ്നു അലിയ, ഇബ്നു അലിയ ചുരുക്കപ്പേരിൽ, ആ മനുഷ്യനോട് മുഴുവൻ ഞാൻ വിയോജിക്കുകയാണ്. അയാൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വരെ പറഞ്ഞു, പടച്ചോനെ കൈഫ തുഖാലിഫു ഫീ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷാഫിഈ ഇമാം തങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹിലും നിങ്ങൾ അദ്ദേഹത്തിനെതിരാണെന്നോ? അതെങ്ങനെ പറയാൻ? പറഞ്ഞു, ഫഇന്നല്ലാഹല്ലദീ ഊമിനു ബിഹി വഅബ്ദുഹു, ഞാൻ ആരാധിക്കുന്ന എൻ്റെ റബ്ബ്, ഹുവല്ലദീ കല്ലമല്ലാഹു മൂസ തക്ലീമ, മൂസ നബിയോട് സംസാരിച്ചവനാണ് എൻ്റെ റബ്ബ്. പക്ഷേ ഇബ്നു അലി അത് വിശ്വസിക്കുന്നില്ല. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, ഇബ്രാഹിം നബിയെ ഖലീലാക്കിയിട്ടുണ്ട് അല്ലാഹു എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. വഹുവല്ലദീ ഇസ്തവാ അലാ അർശിഹി ബാഇനും മിൻ ഖൽഖിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ഉപമിക്കാൻ കഴിയാത്ത വിധം അള്ളാഹുവിൻ്റെ അർശിൽ ഇസ്തിവാ ഉള്ളവനാണ് അള്ളാഹു, പക്ഷേ സൃഷ്ടികളെ പോലെയല്ല. വല്ലാഹുല്ലദീ യഅബ്ദുഹു ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം ഇബ്നു അലിയ, ആ മനുഷ്യൻ ആരാധിക്കുന്ന അള്ളാഹു ലം യുകല്ലിം മൂസ, മൂസ നബിയോട് സംസാരിച്ചില്ല എന്നാ പറയാ. വലം യത്തഖദ ഇബ്രാഹിമ ഖലീല വലം യസ്തവി അലൽ അർശ്, ഇതൊന്നും അംഗീകരിക്കുക. അന്നത്തെ ബിദ്അത്തുകൾ അങ്ങനെയായിരുന്നു. ഇമാം ഷാഫിഈ തങ്ങളുടെ ഈ പ്രഖ്യാപനത്തിലൂടെയാണ് വലിയൊരളവോളം ആളുകൾ ബിദ്അത്തിൽ നിന്ന് അഹ്ലുസുന്നയുടെ ആ ഒരു പന്ഥാവിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ധർമ്മം ധർമ്മമായും നന്മയെ നന്മയായും, നമ്മുടെ അഖീദയെ, നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ പ്രമാണങ്ങളെ, അതിൻ്റെ സത്തകൾ ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുകയും എന്നാൽ ഗുലുവ് ഇല്ലാതിരിക്കുകയും ചെയ്യേണ്ടതും അനിവാര്യതയാണ്. നഹ്നു ഉമ്മത്തുൻ വസതിയ്യ ഗുലുവ് വലൻ യുശാദ്ദ ദീന അഹദുൻ ഇല്ലാ ഗലബ, ഓവർ സ്പിരിറ്റ് കൂടിയാൽ ദീൻ അവരെ കവച്ച് കടക്കുമെന്നും അതുകൊണ്ട് പരാജയം സംഭവിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീൻ പഠിച്ചിറങ്ങുന്ന ആളുകൾ, മുതഅല്ലിമീങ്ങൾ, ഇവിടെ ഇരിക്കുന്ന റഈസികളായി ബിരുദം നേടിയിട്ടുള്ള മഹത്തുക്കളായ പണ്ഡിത ശിരോമണികൾ, നമ്മുടെ മുമ്പിലുള്ള ദൗത്യം വളരെ വലുതാണ്. സമസ്തകളുടെ ജമിഅത്തുൽ ഉലമയുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ട അനിവാര്യത ഇവിടെ ഉസ്താദുമാർ സൂചിപ്പിച്ചു കളഞ്ഞു, നമുക്ക് ഓർമ്മിപ്പിച്ചു. ഒരുപാട് തവണ നമ്മളെ അത് ചിന്തിപ്പിക്കുകയുണ്ടായി. സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചുറ്റുമുള്ള വലിയൊരു സമൂഹം മയക്കുമരുന്നിനും ലഹരിക്കും വ്യഭിചാരത്തിനും തോന്നിവാസത്തിനും ഫ്രീ ചിന്തകൾക്കും അടിമകളായി വലിയൊരു വിഭാഗം പള്ളിയും മദ്രസയും അറിയാതെ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മളാരും മറന്നു പോകരുത്. നമ്മുടെ പ്രശ്നം തീർത്തിട്ട് മതി അവരെയൊക്കെ നന്നാക്കലെന്ന് ആലോചിച്ചു നിന്നാൽ, നമ്മുടെ പള്ളികൾക്ക് പെയിൻ്റ് അടിച്ച് നമ്മൾ അലങ്കരിച്ച് വെച്ചാൽ ആ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ നാളെ ആളുകളില്ലാത്ത അവസ്ഥ വരും. നമ്മൾ അവരെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കണില്ല. നമ്മൾ വേറെ ഏതോ ലോകത്താണ്. ദലാലത്തിലേക്ക് പോകുന്നവരെക്കുറിച്ച് ആര് പറഞ്ഞു കൊടുക്കുന്നു? ഇവിടെ ബിദ്അത്തിലേക്ക് പോകുന്നവരെക്കുറിച്ച് ഇവിടെ ചർച്ചകൾ നടക്കുന്നു. എത്ര ചർച്ചകൾ നടക്കുന്നു? സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ ബാക്കി കിടക്കുകയാണ്. അതുകൊണ്ട് സമസ്തയിലെ ജമിഅത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ പദ്ധതികൾ നമ്മുടെ ആലിമീങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പദ്ധതികളുടെ കൂടെ നിന്ന് സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന പരിശ്രമങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയിലെ ജമിഅത്തുൽ ഉലമയുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ഒരു മനസ്സോടെ, ഒരു മെയ്യായി, ഒരു മനസ്സായി, ഒരു ചിന്തയിലായി നമ്മൾ ഒന്നായി സ്നേഹത്തിൻ്റെ വക്താക്കളായി പരസ്പരം നസീഹത്ത് നൽകുകയും ഓരോരുത്തരും നന്മയിലേക്ക് വരണം, ഓരോരുത്തരും രക്ഷപ്പെടണം. എനിക്ക് നഷ്ടം സംഭവിച്ചാൽ പോലും എൻ്റെ കൂട്ടുകാരന് ലാഭമുണ്ടാകണം എന്ന് ചിന്തിക്കുന്ന പോലെ ഈ ഉമ്മത്ത് നസീഹത്തിൻ്റെ ഉമ്മത്തുകളായി ഒരിക്കൽ കൂടെ
ലോക ജനതയ്ക്ക് മാതൃക കാണിക്കേണ്ട ഒരു അവസരമാണ് ഈ 100-ാം വാർഷികത്തോടുകൂടെ വന്നണഞ്ഞിരിക്കുന്നത്. ഈ സുമോഹനമായ, സുഭദ്രമായ, അതിസുന്ദരമായ ഈ മുഹൂർത്തത്തെ നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തുകയും നാടിലുടനീളം ദഅവത്ത് നടത്തുകയും ദീനിൻ്റെ മനോഹരമായ ആശയത്തിലേക്ക് ഈ ദീനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ തന്നെ, പുറത്തുള്ള ആളുകൾക്ക് വേറെ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ മക്കൾ, സ്കൂളിലും കോളേജിലും പോകുന്ന മക്കൾ നിസ്കരിക്കാത്തവരായി മാറുന്നത്, പടച്ചോനുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങുന്നത്, യുക്തിവാദത്തിലേക്ക് പോകുന്നത്, ഫ്രീ ചിന്താഗതികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ മക്കൾ. ഇവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് ഒരുപാട് പ്രവർത്തിക്കാനുണ്ട്. അങ്ങനെ അല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിൻ ഹുംറിൻ നിഅം, അല്ലെങ്കിൽ ഖൈറുൻ ലക മിനദ് ദുനിയ വമാ ഫീഹാ. നിങ്ങളാൽ ഒരാളെങ്കിലും നന്നാവുകയാണെങ്കിൽ ഈ ലോകത്ത് കിട്ടുന്ന സർവ്വതിനേക്കാളും, ഏറ്റവും വിലമതിക്കുന്ന എന്തിനേക്കാളും ഏറ്റവും വലുത് ഒരാൾ നിങ്ങളെ കൊണ്ട് നന്നാവലാണ് എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പടിയിറങ്ങുന്ന ബഹുമാന്യരായ പണ്ഡിത സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിനദ് ദുനിയ വമാ ഫീഹാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽഇസ്ലാം أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. الله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. اللهم اجعلنا هادين مهتدين، اللهم اجعلنا هادين مهتدين، اللهم اجعلنا هادين مهتدين غير ضالين ولا مضلين. اللهم اجعلنا سلما لأوليائك. اللهم اجعلنا. നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി കാര്യമായ സംഭാവന എല്ലാവരും ചെയ്യണം. നിങ്ങൾ എന്തായാലും ഒരു സ്വതക്ക നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. ബഹുമാന്യരായ നമ്മുടെ സയ്യിദും നേതാവുമായ അഭ്യുന്നരായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ മഹാനവറുകളുടെ പ്രാർത്ഥന, അന്തിമ പ്രാർത്ഥന ഈ സദസ്സിൽ നടക്കാനിരിക്കുകയാണ്. തങ്ങളുടെ ഉപ്പാടെ ആണ്ടിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് 27-ാം തീയതി അവിടെ എന്നെ വാഴ്ന്നിനെ തങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങളത് വളരെ സ്നേഹത്തോടെ, എനിക്ക് അത്യധികം കടപ്പാടുള്ളൊരു സയ്യിദാണ് സൈനുൽ ആബിദീൻ തങ്ങൾ അവറുകൾ. ഇപ്പോൾ നേരത്തെ സലാം ഫൈസി ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ദാറുൽ പഠിക്കുന്ന കാലത്ത് തങ്ങളുടെ കൂടെ നമ്മുടെ കേരളത്തിലും കർണാടകയിലും നമ്മുടെ കാസർഗോഡ് ജില്ലകളിലൊക്കെ നമ്മുടെ സമസ്തയുടെ ഓരോ പ്രവർത്തനങ്ങളിലും പരിപാടികളിലും തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് നടന്ന ആ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. അല്ലാഹു തങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകട്ടെ. ഒരുപാട് കറാമത്തുകൾ കാണിച്ച വലിയ മഹാനായിരുന്നു തങ്ങളുടെ ഉപ്പ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ അവറുകൾ. മഹാനവറുകളുടെ ആ ഒരു തിരുസന്നിധിയിൽ നടക്കുന്ന ഉറൂസ് പരിപാടിയിലേക്ക് തങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരെയും ഞാനും കൂടെ ക്ഷണിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ അഭിനന്ദരായ പ്രസിഡന്റ് UM ഉസ്താദ് അവറുകൾ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു ഉസ്താദിൻ്റെ സലാമത്ത് നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു സലാമത്ത് നൽകട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. അല്ലാഹു നീ സലാമത്ത് നൽകണേ പടച്ചവനെ, സലാമത്ത് നൽകണേ പടച്ചവനെ, സലാമത്ത് നൽകണേ പടച്ചവനെ. അല്ലാഹു നീ അവർക്ക് ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ആഫിഹി യാ റബ്ബ്, അല്ലാഹുമ്മ ആഫിഹി യാ റബ്ബ്. നമുക്ക് തോന്നും ചില രോഗം അങ്ങനെ മരിച്ചു, അങ്ങനെയൊന്നുമില്ല. അല്ലാഹു ഷാഫിയാണ് പടച്ചവന്. ഏതും നമുക്ക് ഷിഫാഇനെ ചോദിക്കുക വേണ്ടത്. അല്ലാഹു അവർക്ക് ഷിഫ കൊടുക്കട്ടെ, അല്ലാഹു സലാമത്ത് നൽകട്ടെ. UM ഉസ്താദിൻ്റെ അഭാവത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ നേതൃത്വം മഹാനായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അവറുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉലമാഇന്, സയ്യിദന്മാർക്ക്, സമസ്തയിലെ ജമീഅത്തുൽ ഉലമയുടെ മഹാന്മാരായ സാരഥികൾ, മഹാനായ
സയ്യിദുൽ ഉലമ ജഫരി മുത്തുക്കോയ തങ്ങളടക്കമുള്ള മഹാനായ അലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിത മഹത്തുക്കൾ അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ഷർറുകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മാഷാ അല്ലാഹ്. മഹാനായ ഹൈദർലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള 3 നില കെട്ടിടത്തിൻ്റെ ഒരു പില്ലറാണ് ഇവിടെ വാർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പൂർത്തിയാക്കണം. ഇതെല്ലാം നടക്കും ഇൻഷാ അല്ലാഹ്. ബദിയടുക്കയിലെ ഈ സ്ഥാപനം വളരെ നല്ല ഒരു സുത്യർഹമായ ഒരു പേരും പ്രശസ്തിയുമുള്ളൊരു സ്ഥാപനമാണ്. ബദിയടുക്ക എന്ന് പറയുമ്പോഴേക്കും കണ്ണിയത്ത് കോളേജ് എന്നാണ് പറയുക. അപ്പം അങ്ങനെ ഒരു മഹാനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഒരു കറാമത്തായിരിക്കണം. അത്രമേൽ ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇടം നേടിയ ഒരു സ്ഥാപനമാണിത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഒരു പരിപാടിക്ക് മാത്രമല്ല, ഇത് കഴിഞ്ഞാലും നമുക്കൊക്കെ ഒരുപാട് സഹായം ചെയ്യാൻ അവസരമുണ്ട്. നമ്മുടെ ഓൺലൈൻ പരിപാടി വീക്ഷിക്കുന്ന ആളുകളാണെങ്കിലും ഓഫ്ലൈനിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും ബദിയടുക്കയിലെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാഡമിക്ക് വേണ്ടി നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായം എപ്പോഴും ഉണ്ടാകണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മഹാനായ തങ്ങൾ അവരുടെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പിരിയാവൂ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات. اللهم انصرنا وانصر المسلمين المجاهدين المضطهدين في أنحاء المعمورة يا رب العالمين. اللهم ردنا والمسلمين إلى دينك ردا جميلا. ربنا تقبل منا إنك أنت السميع العليم. ربنا تقبل منا إنك أنت السميع العليم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر اللهم لنا ولوالدينا ولمشائخنا. ربنا ارحمهم كما ربونا صغارا. ولأزواجنا وذرياتنا وإخوتنا ومن له حق وفضل علينا ولذوينا ولمن أوصانا واستوصانا بالدعاء ومن أعاننا ومن نبيناهم يا رب العالمين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم. جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته.